അനുഗ്രഹപ്രദമായ ഈ നല്ല സന്ധ്യാസമയത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാത്രിയിലെ ഈ ശുശ്രൂഷയുടെ അധ്യക്ഷൻ, ഇവിടെ ഷാരോൺ സഭയുടെ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാന്യ കർത്തൃദാസൻ, ഈ സഭയിലെ അംഗങ്ങളായി കർത്തൃവേല ചെയ്യുന്ന ബഹുമാന്യ കർത്തൃദാസന്മാർ, ഇതര സഭകളിൽ ശുശ്രൂഷ ചെയ്യുന്ന മാന്യ ദൈവദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ, ഈ രാത്രിയിൽ ഈ ഭവനത്തിന്റെ അങ്കണത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യരായ ദൈവമക്കൾ, ഓൺലൈനിൽ ദൂരത്തിരുന്ന് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, അനുഗ്രഹിക്കപ്പെട്ടതായ ഗായക സംഘം, ഏവർക്കും ക്രിസ്തുവേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഈ സന്ധ്യയില് വന്ദനം ചൊല്ലുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിലെ ഈ ശുശ്രൂഷയുടെ മുഖാന്തരങ്ങൾ, അതിനുള്ള കാര്യങ്ങൾ കർത്തദാസന്മാർ ഇരുവരും സൂചിപ്പിച്ചത് കൊണ്ട് ഇനി ആവർത്തിക്കുന്നില്ല. ഞങ്ങൾക്കും ഇതില് ഇങ്ങനെ സംബന്ധിപ്പാൻ, വിശേഷിച്ചെനിക്ക് ദൈവോചനമായി ദൈവസന്നിധിയിൽ നിങ്ങളുടെ മുൻപാകെ നിൽപ്പാൻ ദൈവം തന്ന കൃപയ്ക്കായിട്ട് ദൈവത്തിന് മഹത്വം. ക്ഷണിച്ച കർത്തദാസനും കുടുംബത്തിനും ഒരിക്കൽ കൂടി നന്ദിയും ചൊല്ലുന്നു. തിരുവല്ലായില് ഒരു കൂട്ടായ്മയുണ്ട്. അതിന്റെ ആരംഭ സമയം മുതൽ ഈ മാന്യ ദൈവദാസൻ ജോൺസൺ പാസ്റ്റർ എല്ലാ നിലയിലും ആ കൂട്ടായ്മയിലെ സജീവ അംഗമാണ്. അദ്ദേഹം ഗൾഫില് ശുശ്രൂഷിച്ച സഭയിലും പോയി ശുശ്രൂഷിപ്പാനും അവിടെയുള്ള കൂട്ടായ്മയിൽ സംബന്ധിപ്പാനും ഒക്കെ ഇടയായിട്ടുണ്ട്. കോവിഡിന് മുൻപ്, കോവിഡിന്റെ സമയത്ത് ഓൺലൈനില് ചില മീറ്റിങ്ങുകളിൽ സംബന്ധിപ്പാനും ഇടയായിട്ടുണ്ട്. തന്റെ സഹോദരിമാരുടെ കുടുംബങ്ങളുമായിട്ടും അടുത്ത് ആത്മീക ബന്ധം പുലർത്തുവാൻ ദൈവം സാവകാശം ഒരുക്കി അവര് പലരും പല സന്ദർഭങ്ങളിൽ തിരുവല്ലായിലെ കൂട്ടായ്മയിൽ വന്ന് സംബന്ധിച്ചിട്ടുമുണ്ട്. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ മൂത്ത സഹോദരി കടന്നുപോയ സമയത്തും ആ ഭവനത്തിൽ പോകുവാനും ദുഃഖത്തിൽ ചില മിനിറ്റുകൾ പങ്കുചേരുവാനും ഒക്കെ ഇടയായിട്ടുണ്ട്. എല്ലാറ്റിനായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. വെൺമണിയിലെ ഭവനവുമായിട്ടും ആത്മീക ബന്ധമുണ്ട്. എല്ലാറ്റിനായിട്ടും ദൈവത്തിന് മഹത്വം. ഇതിനു മുമ്പ് ഇവിടെ ശുശ്രൂഷിച്ച കർത്തദാസൻ കുടുംബം, ഇപ്പോൾ ഈ സഭയിൽ ശുശ്രൂഷിക്കുന്ന ബഹുമാന്യ കർത്തദാസൻ, ഈ രാത്രിയില് ഈ ശുശ്രൂഷയിൽ എല്ലാ നിലയിലും സഹകരിക്കുന്ന കർത്തദാസനാണ്. ജോൺസൺ പാസ്റ്ററുടെ ബന്ധുക്കാരാണ് മറ്റു കർത്തദാസൻ. എല്ലാവർക്കായിട്ടും ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാന് കഴിഞ്ഞതിന്റെ മുൻപിലത്തെ ആഴ്ച 10 ദിവസം ഉപവാസ പ്രാർത്ഥന തിരുവല്ല സഭയിൽ നടന്നു. ഒടുവിലത്തെ ദിവസം ഞായറാഴ്ച രാവിലെ സ്നാന ശുശ്രൂഷയുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ 8 മണിക്കായിരുന്നു സ്നാന ശുശ്രൂഷ. അപ്പോൾ വെള്ളം അല്പം കൂടുതലുണ്ടായിരുന്നു സ്നാനം നടത്തുന്ന ആ സ്ഥലത്ത്. അപ്പൊ ഇത്തറ്റം വെള്ളത്തിൽ ഇറങ്ങി നിന്നു. തന്നെയല്ല, നേരം മഴയും പെയ്തു ചെറുതായിട്ട്. അപ്പം അതാ എന്റെ ഓർമ്മ, മഴയും നനഞ്ഞു, വെള്ളത്തിൽ നിന്ന് തൊണ്ട അങ്ങ് അടഞ്ഞു. പിന്നെ തൊണ്ട ഇതുവരെ അങ്ങോട്ട് വേണ്ട വിധത്തിൽ ശരിയായിട്ടില്ല. അപ്പൊ നിങ്ങൾ ചൊല്ലിയിരിക്കും, പണ്ടേ തൊണ്ട ശരിയല്ലായിരുന്നല്ലോ എന്ന്. എന്നാലും ആ അവസ്ഥയിൽ അല്പം വ്യത്യാസം വന്നു. അതുകൊണ്ട് ശബ്ദത്തിന് അല്പം കൂടെ ബുദ്ധിമുട്ടുണ്ട്. മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന സഹോദരനും അത് കണ്ട് ഇടപെടണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്ന് രാത്രി അല്പസമയം ശാന്തമായിട്ട് നമുക്ക് തിരുവചനം ധ്യാനിക്കാം. ജോൺസൺ പാസ്റ്റർ എന്നോട് ഈ യോഗത്തെ പറ്റി അതിന്റെ കാര്യങ്ങൾ ഓർപ്പിച്ചിട്ടുണ്ട്, കൂടെ ഓർപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാം കണക്കിലെടുത്ത് ഇന്ന് രാത്രി ശാന്തമായിട്ട് അല്പസമയം നമുക്ക് ദൈവവചനം ധ്യാനിക്കാം. കർത്താവിന്റെ വരവ് വരെ ഈ യോഗം മുൻപോട്ട് പോകട്ടെ. ഈ യോഗം മുഖാന്തരം അനേകർ രക്ഷാനിർണയം പ്രാപിച്ച് ദൈവകൽപ്പന അനുസരിച്ച് ഉപരി കർത്താവിന്റെ വരവിലെടുക്കപ്പെടണം. ഒരു സുവിശേഷ കുടുംബമാണല്ലോ കർത്തൃദാസന്റെ കുടുംബം.
പിതാക്കന്മാർക്ക് പകരം മക്കൾ ഇരിക്കുമെന്ന് വേറെ പുസ്തകത്തിൽ വാക്യമുണ്ട്. അത് ഈ കുടുംബത്തിൽ നിറവേറ്റുന്നത് ഓർത്ത് ദൈവത്തിന് മഹത്വം. വിശേഷിച്ച് തന്റെ ഒരു സഹോദരി പൂർണ്ണ സമയം കർത്താവിന്റെ വേലയാണ്. ഇപ്പോഴ് തിരുവല്ല മഞ്ഞാടിയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അതും വളരെ വിലപ്പെട്ട കാര്യമാണ്. ഈ കാലയളവിൽ അങ്ങനെ വിവാഹ ജീവിതം വേണ്ടാന്ന് വെച്ച് വേലക്കിറങ്ങുന്ന ആൾക്കാര് TPM ഒഴിച്ചാൽ വളരെ വിരളമാണ്. അവിടെ ഇപ്പം ചുരുക്കമായി. ഇന്നാളൊരാൾ എന്നോട് പറഞ്ഞു, എങ്ങനെ ആകുമെന്ന് അറിയത്തില്ലെന്ന്. എന്തായാലും അങ്ങനെ സർവ്വതും ത്യജിച്ച് കർത്താവിന്റെ വേലക്കിറങ്ങുന്നത് വളരെ വിശേഷപ്പെട്ട കാര്യമാണ്. അവർക്ക് പ്രതിഫലം കൂടുമെന്നുള്ളതിന് തർക്കമൊന്നുമില്ല. അതിന് നമ്മൾ അസൂയപ്പെട്ടിട്ടും കാര്യമില്ല. ദൈവം ഓരോ വ്യക്തികളെയും ഉത്തരോത്തരം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഈ സന്ധ്യയിൽ ഇവിടെ വന്നിരുന്ന് ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നത് നഷ്ടമൊന്നുമല്ല. പുസ്തകത്തിലെ വാക്യം ദൈവസന്നിധി ചെലവഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. ഞാൻ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നില്ല. കൂട്ടിയാലും കുറച്ചാലും ബാധ വരുമെന്ന ബാധയാ നമ്മുടെ വിഷയവും. അപ്പൊ അതുകൊണ്ട് കൂട്ടുകയും കുറയ്ക്കുകയല്ല, ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ വേറെ 1000 മണിക്കൂറിനേക്കാൾ ഉത്തമമാണ്. ഇവിടെ ഇപ്പോ ഒരു 4-5 മണിക്കൂർ എല്ലാം കൂടെ കൂടും. അപ്പൊ അതിലൊക്കെ വലിയ ഉത്തമമാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധത്തോടും വേണം ഈ ശുശ്രൂഷയിൽ എല്ലാവരും സംബന്ധിപ്പാൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ ദൈവോചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് നമ്മൾ വായിച്ചത് വളരെ പരിചിതമായ ഒരു വാക്യമാണ്. ഈ വാക്യം എല്ലാവർക്കും മനഃപ്പാഠമാണെന്നറിയാം. കാരണം കിടക്കുന്നതിന് മുന്നേ മിക്കവരും ഇത് ഉരുവിട്ടേച്ചാ കിടക്കുന്നത്. അതുകൊണ്ട് ഒന്നുകൂടെ ബഹുമാന്യ കർത്തദാസൻ വായിച്ച് സഹായിക്കണം. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുക്കാം. നിൻമുഖകാന്തിയൻ മ്ലാനത നീകും. നിൻമുഖകാന്തിയൻ മ്ലാനത നീകും. നിൻ മധുരാമൃത വചനം ഇന്നതയാകവെ പോകും. നിൻ മധുരാമൃത വചനം ഇന്നതയാകവെ പോകും. മഹിമയഴും പരമേശ മഹിമേശു മഹേശ. മഹിമയഴും പരമേശ മഹിമേശു മഹേശ. കാർമുകിൽ ഭീകരം ആയി വരും നേരം. കാർമുകിൽ ഭീകരം ആയി വരും നേരം. കാൺമതോ നിയമത്തിൽ ആയതിൽ തീരുമൻ. കാൺമതോ നിയമത്തിൽ ആയതിൽ തീരുമൻ പാരോ. മഹിമയഴും പരമേശ മഹിമേശു മഹേശ. മഹിമയഴും പരമേശ മഹിമേശു മഹേശ. ക്രൂശിലെ രക്തമൻ ജീവനാധാരമോ. ക്രൂശിലെ രക്തമൻ ജീവനാധാരമോ. നാശലോകം വെടിഞ്ഞോടാ. ആശയോടെ ശുഭ നേടാ. നാശലോകം വെടിഞ്ഞോടാ. ആശയോടെ ശുഭ നേടാ. മഹിമയഴും പരമേശ മഹിമേശു മഹേശ. മഹിമയഴും പരമേശ മഹിമേശു മഹേശ. മഹിമയഴും പരമേശ
പാഹിമാമേശു മകേശ മഹിമകനും പരമേശ പാഹിമാമേശു മകേശ. നമ്മുടെ കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ അനുഗ്രഹപ്രദമായ നല്ല സന്ധ്യയ്ക്കായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ രാത്രിയിലെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഏവരെയും വീണ്ടും ദൈവം അനുഗ്രഹിക്കട്ടെ. വിശേഷിച്ച് ഈ ദേശം സുവിശേഷം നന്നായി കേട്ടിട്ടുള്ള ദേശമാണ്. വിശേഷിച്ച് അടൂരും അതിന്റെ പ്രാന്തപ്രദേശങ്ങൾ, കൊട്ടാരക്കര, അടൂര്, വിശേഷിച്ച് തുവിയൂര്, ഇതിനോട് ചേർന്നുള്ള സ്ഥലങ്ങൾ പെന്തക്കോസ് ചരിത്രത്തിൽ ഇടം നേടിയ സ്ഥലങ്ങളാ ഈ ദേശമല്ല. 100 കൊല്ലം മുമ്പ് തന്നെ സത്യസുവിശേഷത്തിന്റെ സാക്ഷികളായി ഈ ദേശത്ത് നിന്ന് അനേക പ്രിയപ്പെട്ടവരെ ദൈവം എഴുന്നേൽപ്പിച്ചു. അവരാലാവും വിധമൊക്കെ നന്നായി കർത്തൃവേല ചെയ്യുവാൻ ദൈവം അവർക്കെല്ലാം കൃപ കൊടുത്തു. അവരെല്ലാം തിരശ്ശീലയ്ക്കപ്പുറം മറഞ്ഞു. പിൻതലമുറകളെയും ദൈവം ആ പാതയിൽ നടത്തി അവരാലാവും വിധമൊക്കെ കർത്താവിന്റെ വേലയ്ക്ക് ചുമല കൊടുക്കുന്നതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റ് മുഖവരകൾ ഇനി പറഞ്ഞ സമയം കളയുന്നില്ല. കൃത്യസമയത്ത് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വീണ്ടും അപേക്ഷിക്കുന്നു. ഇന്ന് രാത്രിയിലെ തിരുവചന ധ്യാനത്തിന് അടിസ്ഥാനമായിട്ട് വളരെ പരിചിതമായ ഒരു തിരുവെഴുത്താണ് നമ്മൾ വായിച്ചത്. 91-ാമത്തെ സങ്കീർത്തനം, അതിന്റെ 10-ാമത്തെ തിരുവെഴുത്ത്. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. ഇന്ന് രാത്രി ശാന്തമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം മറ്റൊന്നുമല്ല, ബാധ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന്. അതാ ഇന്ന് രാത്രിയിലെ പ്രധാനപ്പെട്ട വിഷയം, ബാധ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം. മുഖവരയായിട്ട് വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയട്ടെ. ഈ സത്യവേദ പുസ്തകം 66 പുസ്തകമാണ്, നമുക്കറിയാം. അത് പഴയ നിയമവും പുതിയ നിയമവും ഇത് രണ്ടും നിയമമാണ്. പക്ഷെ ഇതെടുത്തുകൊണ്ട് നടക്കുന്നവരാ നിയമം തെറ്റിക്കുന്നത്. 2 പേര് പോകേണ്ട ബൈക്ക് 5 പേരുമായിട്ടാ പോകുന്ന, ഹെൽമെറ്റും വെക്കുന്നില്ല. നമ്മളാ കൂടുതലും ഈ പുസ്തകം എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരാ നിയമം തെറ്റിക്കുന്നത്. പാലത്തേല് ഓവർടേക്ക് ചെയ്യരുതെന്ന ഈ എന്തുവാ ഒരു പഠിപ്പിക്കുന്നു. ഡ്രൈവിംഗ് പഠിപ്പിക്കുമ്പോ അങ്ങനല്ലയോ? ആ, പാലം കാണുമ്പോഴാണ് നമ്മൾ സ്പീഡ് കൂട്ടുന്നത്. എല്ലാവരുടെയും കാര്യമല്ല. നിങ്ങൾ പറയും ഞങ്ങളതൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന്. ഞാൻ 1-2 ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ കൂടുതലും നിയമം തെറ്റിക്കുന്ന ആൾക്കാര് ഈ പുസ്തകം എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരാ. എന്നാൽ എന്റെ ഭാഗം, ഈ പുസ്തകം എടുക്കുന്ന ആൾക്കാരാ നിയമം പാലിക്കേണ്ടത്. കാരണം ഇത് നിയമമാണ്. പഴയ നിയമവും പുതിയ നിയമവും എല്ലായിടങ്ങളിലും ഞാൻ പറയുന്ന ഒരു അനുഭവം ഇവിടെ ഒന്നുകൂടെ ആവർത്തിക്കുക. ഒരിക്കലൊരു യോഗത്തിന് പോകണം, അല്പം വൈകി. അപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു ബൈക്കേ വിടാം. അപ്പം വേറൊരു സഹോദരനും വരണം. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് വിട്ടേച്ച് തിരിച്ചു വന്ന് നിങ്ങളെയും കൊണ്ടുവരും. ഇല്ല, നമുക്ക് 3 പേർക്കും പോകണം. ഞാൻ പറഞ്ഞു പോലീസ് പിടിച്ചാ കുറ്റമോ? ഓ, കുഴപ്പമില്ല, പോകുന്ന വഴി പോലീസ് ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എന്നെ വിട്ടേച്ച് തിരിച്ചു വരാൻ സമ്മതിക്കുകയല്ല. അവരുടെ വണ്ടിയാ, പിന്നെ പറയുന്നത് അനുസരിക്കാതിരിക്കാനും തരമല്ലാതെ വന്നു. ഞാന് വേറെ പുസ്തകം പിടിച്ച് നടുക്കിരിക്കുന്നു. വണ്ടി ഓടിക്കുന്ന സഹോദരൻ മുൻപില്, അതേ വേറൊരു സഹോദരൻ പിറകില്, ഞാൻ നടുക്ക്. ഞങ്ങൾക്ക് 3 പേർക്കും വേറെ പുസ്തകമുണ്ട്. അവരുടെ 2 പേരുടെയും വേറെ പുസ്തകം. പുറകിരിക്കുന്ന പുള്ളിയുടെ കയ്യിൽ വേറെ പുസ്തകമുണ്ട്. മുന്നിൽ വണ്ടി ഓടിക്കുന്ന പുള്ളിയുടെ വേറെ പുസ്തകം വണ്ടിയുടെ മുമ്പില് ഇതോ കവറുണ്ടല്ലോ അതിനകത്ത് വെച്ചിരിക്കുന്നു. എന്റെ വേറെ പുസ്തകം ഞാൻ കയ്യിലും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് വണ്ടി ഓടിപ്പോയപ്പോ ഒരു വളവും ഇറക്കവും കൂടെ സൂക്ഷം പോലീസ് വണ്ടിയായിട്ട് അവിടെ കൈ കാണിച്ചു. വേറെ പോകാനും ഒക്കത്തില്ല, വളവുമായി ഇറക്കവും വന്നങ്ങോട്ട് നിന്ന ഉടനെ കൈ കാണിച്ച ഉടനെ നല്ലൊരു മനുഷ്യനാ. പോലീസുകാരെല്ലാരും ഒന്നും മോശമല്ല, ചെല്ലി പറയാണ്ട് പോലീസുകാരെല്ലാം അങ്ങനെ നല്ല ആൾക്കാരുണ്ട്. അദ്ദേഹം ഈ ഡിപ്പാർട്ട്മെന്റിലൊക്കെ അതിനോട് ബന്ധപ്പെട്ട് വളരെ സ്തുത്യർഹമായ സേവനം ചെയ്തയാളാണ്. എല്ലാ വിഭാഗത്തിലും എല്ലായിടത്തും നല്ല ആൾക്കാരുണ്ട്. എല്ലായിടത്തും എല്ലാ വിഭാഗത്തിലും പുഴ തെറ്റിയതുമുണ്ട്. നാളെ ഒരാൾ പറഞ്ഞു ബെന്തിക്കോസുകാരെല്ലാം കള്ളന്മാരാണ്. അല്ല, കള്ളന്മാര് കുറച്ചു പേര് ഇതിനകത്ത് വന്നു, അതിന്റെ കുഴപ്പടിയുണ്ട്. പക്ഷേ ബെന്തിക്കോസ് എല്ലാം കള്ളന്മാരല്ല, നല്ല ആൾക്കാർ എല്ലാ ദേശത്തും എല്ലാ ഇടങ്ങളിലും ഉണ്ട്. അപ്പോഴേ നല്ലൊരു പോലീസുകാരനാ. അദ്ദേഹം കൈ കാണിച്ചു. അപ്പൊ ഞാനും ഇരിപ്പുണ്ട്. ഞങ്ങളോട് ചോദിച്ചു അപ്പൊ പൈസ കൊടുക്കണം അല്ലേ തെറ്റിയാ? അപ്പം പുള്ളി ചോദിച്ചു എവിടെ പോകുന്നു? എവിടാ? പുള്ളി വലിയ കാര്യമില്ലയോ? 66. അപ്പൊ പുള്ളി
ഇത് ഒറ്റ പുസ്തകമായിട്ടാ? അല്ല സാറേ, 2 ഭാഗം. അതെങ്ങനെയാ? എത്ര പുസ്തകമാ? അപ്പൊ ഞാനാ മറുപടി പറയണം. 39 ഉണ്ട് സാറേ. ഓ, അപ്പൊ പഴയ നിയമം 39. പുള്ളിയുടെ പുള്ളി ആയിരിക്കണേ. അപ്പൊ പഴയ നിയമം പുതിയ നിയമം. സാറിന്റെ പേര് ഹെൽമെറ്റ് വേണമെന്ന നിയമമുണ്ടോ? ഉണ്ട്. ഈ 2 നിയമങ്ങളും പാലിച്ചോ? ഇല്ല. ഈ നിയമം തെറ്റിച്ചാന്നോ ഈ നിയമം പറയാൻ തിരുവല്ലയിലോട്ട്? അയാൾ തെറി പറഞ്ഞില്ല, കാശ് ചോദിച്ചില്ല, അനാവശ്യം ഒന്നും പറഞ്ഞില്ല. എന്ത് മാന്യമായിട്ടാ തൊലിയേഴ് ഉരിയ, പൈസയൊന്നും ചോദിച്ചില്ല. പുള്ളി അവസാനം പറഞ്ഞ സമയം പോകുന്നു, പെട്ടെന്ന് എന്ന നിയമം പറയും. ഇത് തെറ്റിച്ചാന്നുള്ള ഓർമ്മ വേണം. പെട്ടെന്ന് എല്ലാം പറഞ്ഞു. 5 പൈസ മേടിച്ചില്ല. പുള്ളി പറയുകയും ചെയ്തു, സൂക്ഷിച്ചു പോണമെന്ന് പറഞ്ഞു. ഉത്തരം കേട്ടാ മതിയല്ലോ. തിരുവല്ല ചെന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലീസുകാരൻ പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വന്നു. കാരണം നിയമം തെറ്റിച്ചാ എന്നൊക്കെ മനസ്സിലായല്ലോ. ഇതിനകത്തെ നിയമം തെറ്റിച്ചേച്ച് പറഞ്ഞു നടക്കരുത്. ഇതിനകത്തെ നിയമമാ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അവനോട് മിണ്ടിയിട്ട് 15 കൊല്ലമായി വന്നിരിക്കുക. മിണ്ടുന്നില്ല. മിണ്ടണ്ട. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാൻ നിന്റെ അപ്പനെ അമ്മയും, അതാ ഇതിനകത്തെ നിയമം. അപ്പന്റെ അമ്മയുടെ അടുക്ക പോയിട്ട് മിണ്ടിയിട്ട് സംസാരിച്ചിട്ട് എത്ര വർഷമായി? ഞാൻ അകത്തിരുന്നപ്പോ നല്ല അന്തരീക്ഷം ഉണ്ടായിരുന്നു ഇവിടെ പാടിയപ്പോ. ഇപ്പൊ അത് പോകുന്നത് പോലെ എനിക്ക് അങ്ങ് തോന്നുന്നു. ഇതിനകത്തെ നിയമം സൂര്യൻ അസ്തമിക്കുന്നത് വരെ കോപം വെച്ചോണ്ട് ഇരിക്കരുതെന്ന. ഒരു സഭയെ കൂടുന്നവര് തന്നെ, യാക്കോബയാകട്ടെ, ഇവാഞ്ചലിക്കലാകട്ടെ, മാർത്തോമയാകട്ടെ, പെന്തിക്കോസ് ആകട്ടെ, അത് IPCO, ചർച്ച് ബോർഡോ, ഷാരോനോ എന്തുവാകട്ടെ, TPMO, കല്ലുമല, ഏത് മല ആയിക്കോട്ടെ, ഏത് PC ആയിക്കോട്ടെ, ഒരു സഭയെ കൂടുന്നവരും മിണ്ടുന്നില്ല. ഇതിനകത്ത് നിയമം അങ്ങനെ സൂര്യൻ അസ്തമിക്കുവോളം. ഇപ്പൊ നിങ്ങൾ ചിലര് ചിന്തിക്കുക, ഓ ഇന്ന് വരേണ്ട കാര്യമൊന്നും, ഇന്നാ വരേണ്ടത്. അടുത്തിരിക്കുന്ന ആരെയും വിധിക്കണ്ട, നമ്മൾ തന്നെത്താനൊന്ന് ശോധന ചെയ്യണം. ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ നിങ്ങൾ എഴുന്നേറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഇതിലേ പോകണം. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, യാതൊരു വെളിവും ബോധവും ഇല്ലാത്തവനാ നിൽക്കുന്നത്. എഴുന്നേറ്റ് പോയ അയാള് മൈക്ക് കൂടെ എന്തെങ്കിലും ഒക്കെ വിളിച്ച് പറയും. അപ്പൊ അങ്ങനെ ചിന്തയുള്ളത് കൊണ്ട് ചിലരങ്ങ് സങ്കടപ്പെട്ട് ഇതിനകത്ത് ഇരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഏതായാലും 9 ആകുമ്പോൾ നിർത്താം. വായിച്ച തിരുവഴുത്തിലേക്ക് നമുക്ക് വരാം. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഇത് നിയമപുസ്തകമാ. പഴയ നിയമവും പുതിയ നിയമം, 2 നിയമം. അതില് ഈ പുസ്തകത്തില് 66 പുസ്തകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് സങ്കീർത്തന പുസ്തകങ്ങൾ. 150 സങ്കീർത്തനം പലരാൽ എഴുതപ്പെട്ടതാണ്. 180 സങ്കീർത്തനം. നമുക്കറിയാം, ഇതില് സിംഹഭാഗ സങ്കീർത്തനങ്ങളും ദാവീദിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനങ്ങളാണ്. പിന്നീട് കോരകപുത്രന്മാരുടെ സങ്കീർത്തനം ഇതിനകത്ത് നമ്മൾ വായിച്ചു പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആസാഫ് എഴുതിയ സങ്കീർത്തനം ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെദുതൂനാൽ എഴുതപ്പെട്ട സങ്കീർത്തനവും ഇതിനകത്ത് ചെലുത്തിയിട്ടുണ്ട്. ശലോമോൻ എഴുതിയ 2 സങ്കീർത്തനം ഈ പുസ്തകത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1-ാം സങ്കീർത്തനവും 119-ാമത്തെ സങ്കീർത്തനവും ന്യായപ്രമാണത്തിൽ വിദഗ്ധ ശാസ്ത്രിയാകുന്ന എസ്ര എഴുതിയത് എന്നാണ് വേദപണ്ഡിതാക്കളിൽ സിംഹഭാഗവും അംഗീകരിക്കുന്നതും അതനുസരിച്ച് അതിലെ വാക്യങ്ങൾ തെളിയിക്കുന്നതും. അപ്പോൾ എസ്ര ശാസ്ത്രി എഴുതിയ സങ്കീർത്തനം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഇസ്രായേലിലെ പ്രഥമ മഹാപുരോഹിതനാകുന്ന അഹറോൻ, മോശയുടെ ജ്യേഷ്ഠൻ, മരിച്ചപ്പോൾ ദുഃഖിതരായിരിക്കുന്ന ഇസ്രായേൽ മക്കളെ പ്രത്യാശയുടെ കൊടുമുടിയിലേക്ക് ആത്മീയ വിഷയത്തിൽ ഉയർത്തുവാൻ മോശയുടെ പ്രാർത്ഥനയാണ് നമുക്കറിയാം 90-ാമത്തെ സങ്കീർത്തനം. നമ്മൾ ഇന്നലെ രാത്രി വായിച്ചത് 91-ാം സങ്കീർത്തനം 10-ാം വാക്യമാണ്.
ഇതിനെപ്പറ്റി വേദപഠിതാക്കൾ ചിലർ അഭിപ്രായപ്പെടുന്നത് 90-ാം സങ്കീർത്തനം മോശെ എഴുതി 91-ാമത്തെ സങ്കീർത്തനം മോശയുടെ കൂടെ നടന്ന മോശയുടെ കൈക്ക് വെള്ളമൊടിച്ച നൂന്റെ മകൻ യോശുവ എഴുതിയത് എന്നാണ് അഭിപ്രായപ്പെടുന്നത്. അതിന്റെ തലക്കെട്ടിൽ ആരാണ് എഴുതിയത് എന്ന് കൊടുത്തിട്ടില്ല. അത് യോശുവ എഴുതിയെന്ന് അവകാശപ്പെടാനുള്ളതിന് പല കാര്യത്തിൽ ഒരു കാര്യം നമ്മളിപ്പം വായിച്ച വാക്യം തന്നെ, ഒരനർത്ഥം നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ, ബാധകൾ പലതും വന്നപ്പോൾ അത് പ്രമാണത്തിൽ നിൽക്കുന്നവന്റെ കൂടാരത്തിൽ ഏശാതിരുന്നത് കണ്ട് അനുഭവിച്ചയാളാ യോശുവ. അതുകൊണ്ട് കൃത്യമായിട്ട് എഴുതി, ഒരനർത്ഥം നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയുമില്ല. ഇന്ന് രാത്രി ഈ വചനത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഈ തിരുവചനം നമ്മുടെ കരത്തിൽ ലഭിച്ചത് തന്നെ വലിയ മഹാഭാഗ്യമാണ്. ഇത് അണ്ണന് മധുരമാണ്. ഈ വചനം എടുത്ത് അത് കാത്ത ആർക്കും ദൈവം ദോഷമൊന്നും വരുത്തിയിട്ടില്ല. ഈ വചനത്തെ ഉയർത്തിയവരെയെല്ലാം ദൈവം ഉയർത്തിയിട്ടുണ്ട്. ഈ വചനത്തെ കാത്തവരെയെല്ലാം ദൈവം കാത്തിട്ടുമുണ്ട്. ഇനിയും ഈ വചനം ഉയർത്തും, ഈ വചനത്തെ കാക്കും. അവരെയും അവരുടെ സന്തതിയെയും കാക്കുവാനും ഉയർത്തുവാനും ദൈവം വിശ്വസ്തനുമാണ്. ഇന്ന് രാത്രി ആ നല്ല അനുഭവങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഭവനത്തിന്റെ അങ്കണത്തിൽ ഇങ്ങനെ ചെലവഴിച്ച് ഈ പ്രത്യേക യോഗങ്ങൾ ക്രമീകരിച്ച കർത്തദാസിനെയും കുടുംബത്തെയും അതിന്റെ മുമ്പിൽ അധ്വാനിച്ച് പ്രവർത്തിച്ച ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് വീണ്ടും ആശീർവദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് ദൈവവചനത്തിലേക്ക് വീണ്ടും പ്രവേശിക്കാം. ദൈവത്തിന്റെ മഹത്വം. 91-ാം സങ്കീർത്തനം അതിന്റെ 10-ാമത്തെ തിരുവെഴുത്ത് ഓർപ്പിച്ചല്ലോ. ഇത് യോശുവ എഴുതിയ സങ്കീർത്തനം എന്നാണ് അഭിപ്രായപ്പെടുന്നത്. ഓരോ വാക്യങ്ങളും എടുത്ത് അടുക്കടുക്കായിട്ട് പറയേണ്ടതുണ്ട്, അതിന് മുതിരുന്നില്ല. വായിച്ച വാക്യത്തോട് ബന്ധപ്പെട്ട് ഇന്ന് രാത്രി ശാന്തമായിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കുക. എല്ലാം നിങ്ങൾക്ക് അറിവുള്ള കാര്യമാവുന്നതോട് ഓർപ്പിച്ച് ഇന്ന് രാത്രി നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മടങ്ങാം. ഒരനർത്ഥം നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. അപ്പോൾ ബാധ കൂടാരത്തിൽ അടുക്കത്തില്ല. അപ്പോൾ അടുക്കത്തില്ലെന്ന് പറയുമ്പോൾ ബാധ വരാൻ കാര്യമുണ്ടല്ലോ. ഈ വേദപുസ്തകം വായിക്കുമ്പോൾ ബാധ വരാനുള്ള കാരണം എന്നാ? അതൊരു വാക്യം വായിച്ചു ബാധ വരാതിരിക്കാനുള്ള കാര്യം നമുക്ക് ചിന്തിക്കാം. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 58-ാമത്തെ തിരുവെഴുത്ത് മുതൽ ഒന്ന് ഓടിച്ചു വായിച്ചേര്. ആവർത്തനം 28-ന്റെ 58 മുതൽ താഴോട്ട് താളിഞ്ഞോട്ട് മറിക്കുമ്പോൾ ഇടത് വശത്ത് മുകളിൽ 58. നിന്റെ ദൈവമായ യഹോവ എന്ന മഹത്വം ഭയങ്കരമായ നാമത്തെ നീ ഭയപ്പെട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും പ്രമാണിച്ചനുസരിച്ച് നടക്കാഞ്ഞാൽ യഹോവ നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകളും നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗങ്ങളും വരുത്തും. അപ്പൊ ശ്രദ്ധിച്ചേ, ബാധ വരാതിരിക്കാൻ എന്തു ചെയ്യണം? അതാണ് നമ്മുടെ വിഷയം. അപ്പോൾ അതിന് മുഖവരയായിട്ട് ഓർപ്പിക്കട്ടെ, ബാധ വരാൻ കാര്യം എന്നാ? ബാധ വരാനുള്ള കാരണമാണ് ആവർത്തനം 28-ന്റെ 58 കർത്താവിന്റെ ദാസൻ ഇപ്പോൾ വായിച്ചു കേൾപ്പിച്ചത്. എല്ലാ വാക്യങ്ങളും എടുക്കുന്നില്ല, ഒരിക്കൽ കൂടി ഒന്ന് വായിച്ചു. നിന്റെ ദൈവമായ യഹോവ എന്ന മഹത്വം ഭയങ്കരമായ നാമത്തെ നീ ഭയപ്പെട്ട്, ദൈവത്തെ ഭയപ്പെടുക, അവിടുത്തെ നാമത്തെ ഭയപ്പെടുക. അനാവശ്യമായി നമ്മുടെ ഇംഗിതം, നമ്മുടെ ഇഷ്ടം, നമ്മുടെ താല്പര്യം, നമ്മുടെ ആശയത്തിനനുസരിച്ച് ഈ വചനത്തെയും ദൈവത്തെയും വളച്ചൊടിക്കരുത്. നമുക്ക് ചില സ്വാർത്ഥ താല്പര്യങ്ങൾ, നമുക്ക് ചില ഇംഗിതങ്ങൾ, നമുക്ക് ചില ആഗ്രഹങ്ങളുണ്ട്. അത് സ്ഥാപിക്കാൻ വേണ്ടി ദൈവത്തെയും ദൈവത്തിന്റെ വചനത്തെയും ദൈവത്തിന്റെ നാമത്തെയും വളച്ചൊടിക്കരുത്. ചിലര് അവനവന്റെ ഇഷ്ടത്തിന് പറയും, ദൈവാത്മാവ് എന്നോട് പറഞ്ഞെന്ന്. അത് പറയരുത്. ഒരാളോട് ഇഷ്ടമല്ല, ഉടനെ മിണ്ടുന്നില്ല, നമ്മളേക്ക് എന്നെ മിണ്ടാത്തത്. ദൈവാത്മാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുനോട്, അങ്ങനെ ദൈവാത്മാവ് പറയൂ. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, അവരോട് ഒരു കാരണവശാലും പേരും സ്ഥലവും ഒന്നും ഞാൻ പറയുന്നില്ല. ഒരാൾ പറഞ്ഞത്, ആ ദൈവാത്മാവ് പറഞ്ഞു അല്ലെങ്കിൽ വെള്ളം കൊടുക്കരുത്. ഞാനോട് ഇരിക്കുമ്പോഴാ പറഞ്ഞത്, എന്നോടല്ല പറഞ്ഞത്, വേറൊരാൾ പറഞ്ഞത്. ദൈവാത്മാവ് പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ അടുത്ത് പോവുക, അമ്മയ്ക്ക് പറഞ്ഞതാ. നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും നമ്മുടെ ആശയങ്ങൾ സ്ഥാപിക്കുവാൻ ദൈവത്തെയും അവിടുത്തെ നാമത്തെയും എടുത്തുപയോഗിക്കരുത്. ഇത് ഭയങ്കര നാമമാ, വളരെ ഭക്തിയോടെ കൈകാര്യം ചെയ്യേണ്ട നാമമാ. നമുക്കറിയാം, എല്ലാ നാമത്തിലും മേലായ നാമമാ യേശുവിന്റെ നാമം.
സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്കാലുകൾ മടങ്ങുന്ന വിറയ്ക്കുന്ന പരിശുദ്ധ നാമമാണ് യേശുവിന്റെ നാമം. ഈ നാമം അതിശയ നാമമാ. ദൈവത്തിന്റെ മഹത്വം. അവൻ സകല മനുഷ്യർക്കും വിടുതല കൊടുക്കുന്ന ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് നസറായനാകുന്ന യേശു ക്രിസ്തുവിന്റെ നാമം. പാപം മോചിക്കുന്ന നാമം, രോഗം സൗഖ്യമാക്കുന്ന നാമം, കുരുടർക്ക് കാഴ്ച കൊടുക്കുന്ന നാമം, ചെകിടർക്ക് കേൾവി കൊടുക്കുന്ന നാമം, മുടന്തരെ നടത്തുന്ന നാമം, ഊമരെ സംസാരിപ്പിക്കുന്ന നാമം, ഭൂതങ്ങൾ വിട്ടുപോകുന്ന നാമം, പുതുഭാഷകൾ സംസാരിക്കുന്ന നാമം, ഭയങ്കര നാമം, മഹത്വമുള്ള നാമം. ഈ നാമം ഉച്ചരിച്ചാൽ സകല അനർത്ഥങ്ങളും മാറിപ്പോകും. ഇന്ന് രാത്രി വിശ്വാസത്തോടെ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കണം. ഭയങ്കരവും ആമേൻ മഹത്വമുള്ള നാമമാണ് യേശുവിന്റെ നാമം. ഈ നാമം എവിടൊക്കെ ഉയർത്തിയിട്ടുണ്ടോ അവിടെല്ലാം വിടുതലും നന്മയും ഉണ്ടായിട്ടുണ്ട്. ഈ നാമം ഏതെല്ലാം ഭവനത്തിൽ ഉയർത്തിയിട്ടുണ്ടോ ആ ഭവനത്തിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ നാമം ഏതെല്ലാം ദേശത്ത് ഉയർത്തിയിട്ടുണ്ടോ ആ ദേശത്തിന്റെ മുഖച്ഛായ മാറിയിട്ടുണ്ട്. ഈ നാമത്തെ ആരൊക്കെ ആശ്രയിച്ചോ അവർക്കെല്ലാം അനുഗ്രഹവും നന്മയും കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രി നിന്നെ സൗഖ്യമാക്കുന്ന നാമം, നിന്നെ വിടുവിക്കുന്ന നാമം, നിന്നെ രക്ഷിക്കുന്ന നാമം, നിന്റെ പാപത്തെ മോചിക്കുന്ന നാമം, നിന്റെ രോഗത്തെ സൗഖ്യമാക്കുന്ന നാമം, നിന്റെ അനർത്ഥങ്ങളെ മാറ്റിത്തരുന്ന നാമം, എല്ലാ നാമത്തിലും മേലായ നാമം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ഇന്ന് രാത്രി ദൈവിക വിടുതൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. ആമേൻ. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. ഓ എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. ആമേൻ. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം, കേഴയനിക്കിൻപ നാമം. ശ്രീയേശുനാമം അതിശയനാമം, കേഴയനിക്കിൻപ നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. ഓ എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം, കേഴയ നാമം. ശ്രീയേശുനാമം അതിശയനാമം, കേഴയനിക്കുമ്പ നാമം. കരമുയർത്തി ദൈവത്തിന് മഹിതം കൊടുത്താട്ടെ. അപ്പോൾ അവിടുത്തെ മഹത്വവും ഭയങ്കരമായ നാമമാ. അടുത്ത പദം വായിക്കാം. 58. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും പ്രമാണിച്ചനുസരിച്ച് നടക്കാഞ്ഞാൽ യഹോവ നിന്റെ മേലും നിന്റെ സന്ധിതയുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകളും നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗങ്ങളും ശ്രദ്ധിക്കുക. ബാധ വരാനുള്ളതിന്റെ കാരണം ഈ ന്യായപ്രമാണം അനുസരിക്കാതെ, അത് ആചരിക്കാതെ, അനുഷ്ഠിക്കാതെ പ്രസംഗിക്കുന്ന ഞാനാന്തേലും കേൾക്കുന്ന നിങ്ങളാന്തേലും ജീവിച്ചാൽ ബാധ വരും. ഇത്ര വർഷം പ്രസംഗിച്ചു, ഇത്ര വർഷം സഭയുടെ ചാർജിലിരുന്നു, ഇത്ര കൺവെൻഷൻ സ്റ്റേജിൽ പ്രസംഗിച്ചു, അങ്ങനെയൊക്കെ കണക്ക് പറയുന്ന ധാരാളം ആൾക്കാരുണ്ട്. നല്ല കാര്യമാ ഒരു കണക്ക് അറിയുന്നതും നല്ലതാ. ചെല്ലു പറയുകയാണ്, ഞാൻ 1000 വിവാഹ ശുശ്രൂഷ നടത്തി. ഈയിടെ ഒരാള് പറഞ്ഞു ഞാൻ 3000 പരസ്യയോഗം. അതൊക്കെ നല്ല കാര്യമാണ്. സ്തോത്രം. 25,000 പേരെ ഞാൻ സ്നാനപ്പെടുത്തി. അതെല്ലാം നല്ല കാര്യമാണ്, ഒന്നും എതിർക്കുന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റാത്തത് ഒരാൾ ചെയ്യുമ്പോൾ നമ്മൾ അസൂയപ്പെടുകയൊന്നും വേണ്ട, അവരത് ചെയ്യട്ടെ. പക്ഷേ ഇതെല്ലാം ചെയ്തിട്ട് ഈ കൽപ്പന അനുസരിച്ച്, ഈ ന്യായപ്രമാണത്തിലെ വചനം അനുസരിച്ച് നടന്നില്ലെങ്കിൽ ബാധ വരുമെന്ന പുസ്തകത്തിൽ. അത് സഭ നോക്കിയല്ല, ആളെ നോക്കിയൊന്നുമല്ല, സംഘടന നോക്കിയല്ല, ദൈവം പ്രമാണം വെച്ചാ നോക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആർക്കും ബാധ വരരുത്.
ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. മുൻപോട്ട് ആ ഭാഗം അധികം എടുക്കുന്നില്ല. ഇന്ന് രാത്രി കമ്പിവാചകം പോലെ ചില കാര്യം ചിന്തിക്കുക. ബാധ വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ മഹത്വം. ലോകക്കാർക്കും മറ്റ് ഇതര വ്യക്തികൾക്കല്ല അതിന് പല പോംവഴികളുണ്ട്. ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ആചരിക്കണം, അനുഷ്ഠിക്കണം, കർമ്മങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യണം. വരികേല, യേശുകേല. പണ്ടൊക്കെ ഉണ്ടായിരുന്ന അതിര് വിലക്ക് വിടുകയാണ്. അതിര് വിലക്കുകയാണ് പറയുന്നത്. അതിനൊക്കെ ചെലവാ. അവര് പറയുന്ന സാധനം എല്ലാം മേടിച്ചു കൊടുക്കണം, ഉറക്ക വളച്ചിരിക്കണം. ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഒന്നും ചെയ്യണ്ട. ഈ ബാധ വരാതിരിക്കാൻ എന്തോ ചെയ്യണം. അതിന് കാര്യങ്ങൾ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ഇന്ന് രാത്രി ചിന്തിക്കാം. കർത്താവിന് മഹത്വം. എല്ലാം നമുക്ക് പരിചിതമായ വാക്യങ്ങളാ പറയുന്നത്. നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ അറിയാം. ബാധ വരാതിരിക്കാൻ എന്തോ ചെയ്യണം. ഒന്ന്, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ടുള്ള തിരുവെടുത്തുകൾ പഠിക്കുമ്പോൾ ഒന്ന് വായിച്ചാട്ട്. യഹോവ മോശയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അരുളി ചെയ്തത് എന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. പിന്നെ നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടി എടുക്കണം. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിന് ഒത്തവണ്ണം അവനും അവന്റെ വീടിനടുത്ത അയൽക്കാരനും കൂടി അതിനെ എടുക്കണം. അതെ, ഈ വാക്യങ്ങളെല്ലാം വായിപ്പിച്ചാൽ കർത്തദാസൻ വളരെ നന്നായിട്ട് വായിക്കുന്നുണ്ട്, അഭിനന്ദിക്കുന്നു. അപ്പോൾ എല്ലാം വായിച്ചു പോയാൽ സമയം അത്രയും കൂടെ പോകും. ഈ ഭാഗമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതോട് ചെന്ന് പറയാം. ദൈവത്തിന്റെ ജനമാകുന്ന ഇസ്രായേൽ മിസ്രയീമിൽ അടിമകളായി അല്ലെങ്കിൽ പ്രവാസികളായി വരുമാറുണ്ട്. ഇവര് യോസഫിന്റെ കാലത്താണ് മിസ്രയീമിലെത്തിയത്. ചരിത്രം നമുക്കറിയാം. 70 പേര് മിസ്രയീമിലെത്തി. അന്നവര് എണ്ണത്തിൽ കുറഞ്ഞവരും ആള് ചുരുങ്ങിയവരുമായിരുന്നു. ഇവര് മിസ്രയീമിലെത്തി. ഏതാണ്ട് 1400 ചില്ലുവാനം വർഷം ഇവര് മിസ്രയീമിൽ ജീവിച്ചു. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം പഠിക്കുമ്പോൾ യോസേപ്പിനെ അറിയാത്ത ഒരു രാജാവ് എഴുന്നേറ്റു. അന്ന് മുതൽ ആ പ്രശ്നം തുടങ്ങിയത്. 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ടുള്ള തിരുവെഴുത്തുകൾ. അനന്തരം യോസഫിനെ അറിയാത്ത പുതിയൊരു രാജാവ്. യോസേപ്പിനെ അറിയാത്ത രാജാവ് എന്ന് പറഞ്ഞാൽ യോസേപ്പിന്റെ ദൈവത്തെ അറിയാത്ത രാജാവ്. നേരത്തെ രാജാവിന് യോസേപ്പിനെ അറിയാം, യോസേപ്പിന്റെ ദൈവത്തെ അറിയാം. അതുകൊണ്ടാണ് നേരത്തെ രാജാവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ദൈവാത്മാവുള്ള ഈ ഒരു മനുഷ്യനെ പോലെ വേറൊരുത്തനെ കണ്ടെത്തുവെന്ന് ചോദിച്ചു. കാരണം അവൻ ദൈവത്തെ വിളിക്കുന്നവനാ, ദൈവാത്മാവ് അവന്റെ മേലുണ്ടെന്ന് നേരത്തെ രാജാവിനറിയാം. പുതിയ രാജാവിന് യോസേപ്പിനെ അറിയത്തില്ല, യോസേപ്പിന്റെ ദൈവത്തെ അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ജനത്തോട് ഇവര് തന്ത്രങ്ങൾ പ്രയോഗിച്ചു. അടുത്ത വാക്യം. അവൻ തന്റെ ജനത്തോട്, ഇസ്രായേൽ ജനം നമ്മളെക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവരാണ്. ഇസ്രായേൽ ജനം നമ്മളെക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവർ. അപ്പോ ഈ പുതിയ രാജാവ് എഴുന്നേറ്റ് നോക്കിയപ്പോൾ പുരുഷന്മാർക്കെല്ലാം നല്ല ആരോഗ്യം, ബാഹുല്യവും ശക്തി, നല്ല ആരോഗ്യം. സ്ത്രീകളെ പറ്റി സൂതികർമ്മണികൾ പറയുന്നൊരു പദം സഹോദരിമാർക്ക് അറിയാം. എന്തുവാന്ന് പറഞ്ഞേ? ഇസ്രായേലിലെ സ്ത്രീകൾ, എബ്രായ സ്ത്രീകൾ മിസ്രയീമി സ്ത്രീകളെ പോലെ അല്ല. പിന്നെ അവര് നല്ല തിറമുള്ള സ്ത്രീകളെന്നാണ്. അപ്പോൾ പുരുഷന്മാർക്കെല്ലാം നല്ല ആരോഗ്യം, സ്ത്രീകളെല്ലാം നല്ല തിറമുള്ളവർ. ഈ തിറം എന്ന വാക്കിന് പല അർത്ഥമുണ്ട് സാന്ദർഭികമായിട്ട്. ഈ കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള ഒരു കർത്തദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം മൺമറഞ്ഞു. അദ്ദേഹം ഒരു പുസ്തകം എഴുതി. എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഒരുത്തനെ വീട്ടിൽ വന്ന പുസ്തകം എടുത്തുകൊണ്ട് പോയി ഇന്ന് വരെ തന്നിട്ടുമില്ല. അങ്ങനെയുള്ള വല്ലവരുടെ കൊടുക്കണേ പുസ്തകമോ വല്ലതും ഉണ്ടെങ്കിൽ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഞങ്ങളുടെ സഭയെ പറഞ്ഞു, ആരെങ്കിലും എന്തെങ്കിലും തന്നു വിട്ടാൽ, പാത്രമൊക്കെ തന്നു വിട്ടാൽ തിരിച്ചു കൊടുക്കണം. പാത്രവും ഡെപ്പയൊക്കെ വല്ല വീട്ടിലും ചെല്ലുമ്പോൾ അവർ ചിലപ്പോൾ സ്നേഹത്തിൽ, ദൈവ സ്നേഹത്തിൽ ഇച്ചിരി കൂട്ടാനല്ലേ ഇച്ചിരി എന്തെങ്കിലും ഒക്കെ തന്നു വിടും. അന്നേരം തന്നെ അത് അല്ലാതെ അതെടുത്ത് പിന്നെ നിങ്ങളുടെ അലമാരിക്കകത്ത് വെച്ചാ ആരാണ്ട് മേടിച്ചിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, ഇന്ന് രാത്രി യോഗം കഴിയുമ്പോൾ അത് നാളെ തന്നെ കൊടുത്തു തരും. അതിനെ അവിടെ ഇരുന്ന് നിലവിളിക്കാൻ ഇടവരുത്തരുത്. അപ്പൊ അവനെ അവിടെ വന്ന് ഈ പുസ്തകം എടുത്തുകൊണ്ട് പോയി ഇന്ന് വരെ തന്നിട്ടില്ല. തരാന്ന് പറയുന്നുണ്ട്. ഇപ്പം 27 കൊല്ലമായി. അതെ, അപ്പം നല്ല പുസ്തകമായിരുന്നു. ആ പുസ്തകത്തിന്റെ പേര് സത്യവേദ പുസ്തക കമന്ററി നിഘണ്ടു എന്നാണ്. അതിപ്പോ കിട്ടാനുമില്ല. ചാക്കോച്ചാൻ എഴുതിയ പുസ്തകമാണ്.
അപ്പൊ ആ പുസ്തകത്തിനകത്ത് ഞാനത് അന്ന് അന്ന് വായിച്ചതിന്റെ ഓർമ്മയിലുണ്ട്. അപ്പൊ അതിനകത്ത് കൊടുത്തിരിക്കുന്ന തിറം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന 18 അർത്ഥമുണ്ട്. 18 അർത്ഥം. അതിൽ ഒരർത്ഥം, തിറം എന്ന വാക്കിന്റെ ഒരർത്ഥം, പ്രശ്നങ്ങൾ വന്നാൽ തന്റെ ഇടത്തോടെ നേരിടാൻ നല്ല തന്റെ ഇടമുള്ള സ്ത്രീകൾ. അതാ ഒരർത്ഥം. ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തെ തന്റെ ഇടത്തോടെ നേരിടാൻ തന്റെ ഇടമുള്ള സ്ത്രീകൾ. അതാ തിറം എന്ന വാക്കിന്റെ ഒരർത്ഥം. തെളിവ് നിങ്ങൾക്കറിയാം. മോശെ ജനിച്ചു വളരെ പ്രതിസന്ധികളുടെ നടുവിലാണ് ജനിക്കുന്നത്. എബ്രായ കുഞ്ഞുങ്ങളെ കണ്ടാ കൊല്ലും. ആ കാലത്ത് മോശെ ജനിച്ചു ദിവ്യ സുന്ദരൻ, കണ്ടാ കൊല്ലാൻ തോന്നുകയില്ല. മോശയുടെ സൗന്ദര്യത്തെ പറ്റി 3 വാക്യമാ പുറപ്പാട് 2-ലും അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിലും എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലും 3 പദമാ കൊടുത്തേക്കുന്നത്. സൗന്ദര്യമുള്ളവൻ, സുന്ദരൻ, ദിവ്യ സുന്ദരൻ. അത്രയ്ക്ക് സൗന്ദര്യമായിരുന്നു മോശയ്ക്ക്. അപ്പോൾ ആ മോശ ജനിച്ചു ദിവ്യ സുന്ദരൻ. എങ്ങനെ കൊല്ലും? അമ്മയും പെങ്ങളും എല്ലാം കൂടെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. ഒരു ചോരക്കുഞ്ഞിനെ, പ്രസവിച്ചൊരു കുഞ്ഞിനെ 3 മാസം ഒരു വീട്ടിൽ ഒളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. ഇതൊക്കെ കഴിവുള്ള സ്ത്രീകൾക്ക് പറ്റുള്ളൂ. പിന്നെ കുഞ്ഞുങ്ങൾ കരയാതെ നോക്കണം. അഥവാ കരഞ്ഞാൽ അത് പരുവത്തിന് കൈകാര്യം ചെയ്യണം. കഴിഞ്ഞ ദിവസം ഒരാൾ അവിടെ കിടന്ന് കീറട്ടെന്ന്, കരകട്ടെന്നല്ല പറഞ്ഞു, അവിടെ കിടന്ന് കീറട്ടെന്ന്. ഇപ്പോഴത്തെ എല്ലാം സമസമമായതുകൊണ്ട് പണ്ടത്തെ അമ്മമാരെയൊക്കെ ഒത്തിരി അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്ക് വലിയ അവാർഡ് കൊടുക്കണം. ഇത്രയും പിള്ളേരെയൊക്കെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കേസാണ്. ഇപ്പം വില പോലെ 2 എണ്ണം ഉള്ളു, എന്നിട്ടും അങ്ങ് സ്വസ്ഥത കെടുക എന്നാ പറയുന്നത്. ഞാനൂല് വരുവൻ 2 എണ്ണം, എന്നിട്ടും പറയുന്നത് വയ്യാന്നാ പറയുന്നത്. നിങ്ങൾ ഈ ലോകത്തിലൊന്നും അല്ലേ? അന്നാരും 8ഉം 10. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ സഭയിൽ ഒരു അപ്പച്ചൻ വന്നു. 86 വയസ്സുണ്ട്. പുള്ളിക്ക് 12 മക്കള്. 1 മരിച്ചു, 11 ഇപ്പോഴും ഉണ്ട്. അമ്മച്ചിക്ക് എത്രയുണ്ട്? അമ്മച്ചിയും മിടുക്കിയായിരുന്നു. 12. അതാ, ഇതൊക്കെ വലിയ അനുഗ്രഹമാണ്. മക്കൾ യഹോവ തരുന്ന ഈ അവകാശം, ഉദരബലം ദൈവം തരുന്ന പ്രതിഫലമാ. ഒലിവ് തൈകളെന്ന ഭാര്യയെ പറ്റി പറഞ്ഞ മുന്തിരി വള്ളികളെന്നല്ല, മുന്തിരി വള്ളി മനസ്സിലായിട്ടാണ്. ഇപ്പൊ നേരെ തല തിരിച്ച മുന്തിരി വള്ളികളും. ആട്ടെ, നമ്മുടെ വിഷയമല്ല, വിട്ടേക്കാം. അപ്പം പുള്ളി പറഞ്ഞു കൊച്ചുമക്കള് 50 എണ്ണം ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഈ വന്ന കാലത്ത് ഇങ്ങനെ ഒരു അപ്പച്ചനെ കണ്ടു കിട്ടാൻ അതൊരു വലിയ ഭാഗ്യമാണ്. അപ്പൊ ഈ കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങനെ വളർത്തിയെടുക്കുന്ന എന്ത് വലിയ അത് കഴിവാണ്. അപ്പൊ ഈ 3 മാസം ഒരു കുഞ്ഞിനെ ഇരുചെവി അറിയാതെ, എന്റെ ഭാവനയാ, റോഡിൽ കൂടെ ഒക്കെ അല്ലെ സൈഡിൽ കൂടെ എല്ലാം പടയാളികൾ നടക്കുക, പരക്കം പാഞ്ഞ് നടക്കുക. എബ്രായ കുഞ്ഞുങ്ങളെ കണ്ടാൽ, ആൺകുഞ്ഞുങ്ങളെ കണ്ടാൽ കൊല്ലാൻ. അങ്ങനെ പ്രശ്ന കലുഷിതമായ അന്തരീക്ഷത്തില 3 മാസം ഒരു കൊച്ചിനെ അതാ തിറമെന്ന വാക്കിന്റെ അർത്ഥം. എന്തോ കഴിവാ, അസാധ്യ കഴിവാ. മാത്രമാണോ 3 മാസം ഒളിപ്പിച്ചതിന് ശേഷം പിന്നെ അതിനെ ഞാങ്ങണപ്പെട്ടകത്തിനകത്താക്കി, ആ കുഞ്ഞിനെ അതിനകത്താക്കി. നിങ്ങൾക്ക് ഭാഗം അറിയാം. ഈ ഞാങ്ങണപ്പെട്ടകം നൈൽ നദിയുടെ അടുത്ത് ഞാങ്ങനിടയെ കൊണ്ടുവച്ചു. അവിടെ വായിക്കുന്നത് വെച്ചേച്ച് മിരിയാമിന് അന്ന് 8 വയസ്സേ ഉള്ളതാ. 8 വയസ്സ്. 8 വയസ്സുള്ള പെൺകുട്ടി. മോക്ക് എത്ര വയസ്സുണ്ട്? 18 ഉണ്ടോ? മോക്ക് എത്രയുണ്ട്? 12 ഉണ്ടോ? മോക്കും 18. 15. എത്രയുണ്ട് മോനെ? 11. മോക്ക് എത്ര? നിന്റെ പ്രായമാണ്. കണക്കിനുള്ളത് ഇവിടെ വന്നു. മോന്റെ പേരെന്തുവാ? ജോഹന്ന. നല്ല പേരാ. അപ്പൊ നമ്മുടെ ജോഹന്ന മോളിന്റെ പ്രായമുള്ളു മിരിയാമിന് 8 വയസ്സ്. അപ്പോൾ 8 വയസ്സുള്ള ഈ മിരിയാം ആ കുഞ്ഞിനെ ഞാങ്ങനയുടെ ഇടയിൽ കൊണ്ട് വെച്ചതിന് ശേഷം പെട്ടകം അവിടെ കൊണ്ടുവച്ചിട്ട് ദൂരത്തിങ്ങനെ മാറി നിന്ന പുറപ്പാട് 2:4 വായില് അവൻ എന്തു ഭവിക്കുമെന്നറിവാൻ, മോശ കുഞ്ഞിന് എന്ത് ഭവിക്കുമെന്നറിയുവാൻ അവന്റെ പെങ്ങൾ അവന്റെ പെങ്ങള് മിരിയാം, ആ കൊച്ചുകുട്ടി 8 വയസ്സ്, ജോഹന്നാമോടെ പ്രായമുള്ള ഈ മിരിയാം എന്ന പെൺകുട്ടി ദൂരത്ത് ഇങ്ങനെ നിൽക്കുക. കഴിവ് കണ്ടോ? തിറമെന്ന വാക്കിന്റെ അർത്ഥം. 18 വയസ്സുള്ള മോൾ അങ്ങനെ നിൽക്കുവോ? പിന്നല്ലേ 8.
സാഹചര്യം അതാ. മിരിയാം ഇങ്ങനെ ദൂരത്ത് നിൽക്കും, അവൻ എന്ത് ഭവിക്കുമെന്ന് അറിയാം. അങ്ങനെ നിന്നപ്പം ഫറവോന്റെ പുത്രി, എന്റെ ഭാഷയെ പറഞ്ഞ നീരാട്ടിന് വന്നു. തോഴിമാര് ഒരു പെട്ടകം കണ്ടു, എടുത്തു കൊണ്ടുവന്ന് കാണിച്ചു, തുറന്നു. മോശക്കുഞ്ഞ്, എബ്രായ കുഞ്ഞ്, കണ്ടാൽ അറിയാം. തുറന്നു നോക്കിയപ്പോൾ അത് ഈ കുഞ്ഞിനെ കൊല്ലാൻ ഉള്ള ചിന്ത വരാഞ്ഞത് വേദപഠിതാക്കൾ പറയുന്നത് ദിവ്യ സുന്ദരനാന്ന എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യം ഈ കുഞ്ഞിന്റെ മേലുണ്ടായിരുന്നു. അതാ ദിവ്യ എന്നുള്ള പദം അവിടെ വന്നത്. ദൈവത്തിന്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ട്. നമ്മളെ മുടിച്ചു കളയുവാനും നശിപ്പിച്ചു കളയുവാനൊക്കെ ശത്രു പൊരുതികളാണ്. പക്ഷെ ഇന്ന് രാത്രിയിലും ആയുസോടെ ഇരിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ കൃപയും നിന്റെ മേൽ പകർന്നത് കൊണ്ടാണ്. കോവിഡിന്റെ സമയത്ത് ധാരാളം ആൾക്കാർ കടന്നുപോയി. അവര് മഹാഭാവികളായതുകൊണ്ടല്ല, നമ്മളെല്ലാം വിശുദ്ധന്മാരായതുകൊണ്ട് ദൈവം ഇങ്ങനെ ഇരുത്തി എന്നും ചിന്തിക്കരുത്. നമ്മുടെ പ്രാർത്ഥനയുടെ മെച്ചം കൊണ്ടും വിശുദ്ധ ജീവിതത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടും നമ്മുടെ വൈശിഷ്ട്യം കൊണ്ട് ദൈവം നമ്മളെ ഇവിടെ ആക്കി വെച്ചെന്ന് ചിന്തിക്കരുത്. സ്തോത്രം. നമ്മൾ കുറച്ചുകൂടെ നന്നാകാൻ ദൈവം തന്നിരിക്കുക അവസരം. കുറച്ചുകൂടെ നന്നാകാൻ നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുക. അവരെയൊക്കെ നേരത്തെ അങ്ങ് വിളിച്ചു. അപ്പോ നമ്മുടെ മിടുക്ക് കൊണ്ടോ കഴിവ് കൊണ്ടോ ഡോക്ടറുടെ വൈഭവം കൊണ്ടോ കാശിന്റെ മുഷ്ക് കൊണ്ടൊന്നും ഇവിടെ ഇരിക്കുന്നതല്ല. ചിലര് പറയാറുണ്ട്, അയ്യോ കാശിന്റെ പേരെ ആ പുള്ളി പിന്നെ കാശുള്ള എത്ര എണ്ണം പോയി, കാശില്ലാഞ്ഞിട്ടാണ്. വയനാട്ടിൽ ഈ സഹോദരന്റെ വീട് വയനാട്ടിൽ അവിടെ ഉണ്ടായിരുന്ന കപ്പൽ ജോലിയാ എത്ര മുറിയായിരുന്നു വീടിന്? വയനാട്ടിലാന്നല്ലാതെ ഇഷ്ടംപോലെ മുറികളാ. മുറിയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാശുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മിടുക്കന്മാരും ശ്രേഷ്ഠന്മാരും എല്ലാം നമുക്ക് മുന്നേ കടന്നുപോയി. ഒരു ദിവസം ഞാനും നിങ്ങൾ ഈ വഴി പോകണം. അപ്പൊ ഇന്ന് രാത്രിയിലും ആയുസോടെ വീട് വെച്ചിരിക്കുന്നത് ഞാനും നിങ്ങൾ ഒന്നുകൂടെ നന്നായി വരാൻ വേണ്ടി ദൈവം നമ്മളോട് കരുണ ചെയ്യുകയാണ്. അപ്പോൾ ഈ കുഞ്ഞിനെ കൊന്നില്ല. പെട്ടെന്ന് മിരിയാം ഓടിച്ചെന്നു. 8 വയസ്സുള്ള കുഞ്ഞാ. ഓടി അങ്ങോട്ട് ചെന്നു. അവര് കൊച്ചിനെ എടുത്ത് നോക്കിയപ്പം ഈ ഫറവോന്റെ പുത്രൻ പറഞ്ഞു, അയ്യോടി ഇത് എബ്രായ കൊച്ചാന്നല്ലോടി. ആണ് കൊച്ചമ്മേ, ഇതിനെല്ലാം ഞെട്ടിക്കൊല്ലേണ്ട സമയം കഴിഞ്ഞതാ. ഉടനെ പുള്ളിക്കാരി പറഞ്ഞു, കൊല്ലണ്ടാടി, കണ്ടിട്ട് കൊല്ലാൻ തോന്നുന്നില്ല. ഇങ്ങനെ സംസാരിച്ചോണ്ട് നമ്മൾ മിരിയ അങ്ങോട്ട് ചെന്ന്, എന്റെ ഭാവനയാണ്, അങ്ങോട്ട് ചെന്ന് ചോദിച്ചു. നമ്മുടെ കേരളത്തിലെ പഴയ രീതി വെച്ചാൽ ഞാൻ പറഞ്ഞത്, തമ്പുരാട്ടി കൊച്ചിനെ വളർത്താൻ ആളിനെ വേണം. 8 വയസ്സുള്ള ജോഹന്നാമോടെ പ്രായവും ഉള്ളൂ കൊച്ചിനെ വളർത്താൻ. ഉടനെ ഇവളും എബ്രായ പെൺകുട്ടിയാണെന്ന് അറിയാം. ഉടനെ ഈ ഫറവോന്റെ പുത്രി ചോദിച്ചു, ഞാൻ കാര്യത്തിൽ പരിചയമുണ്ടോ ഈ കൊച്ചെ? ഉടനെ പറഞ്ഞു, എനിക്ക് ഞാൻ ഒരാളെ നോക്കട്ടെ കിട്ടുമോന്ന്. ഇവളോടി വന്ന് അവിടെ അമ്മയോട് പറഞ്ഞു, എന്റെ ഭാഷയാ, പണിയേറ്റ് വരാൻ. ആ തള്ള ഉടനെ വന്നു, ഓച്ചാനിച്ചാ നിൽക്കുന്നത്. ഒരു ഭാവവ്യത്യാസമൊന്നുമില്ല, കഴിവാ ഞാൻ പറഞ്ഞത്. ആ വിഷയത്തെ തന്മയതമായിട്ട് ഇടപെടുന്ന കണ്ടോ? നിങ്ങൾ അറിഞ്ഞ അവിടുന്ന് വിങ്ങി പൊട്ടിയവരുകൾ ഇല്ലേ? ഇനി അന്നേരം നിന്റെ പടലി കണ്ടിക്കും. ചില സന്ദർഭത്തിൽ വളരെ പരിജ്ഞാനത്തോടെ ഇടപെടണം. സഹോദരിമാരോടാ പറയാനത്, പരിജ്ഞാനത്തോടെ ഇടപെടണം. ഒത്തിരി കാര്യങ്ങൾ ഓർപ്പിക്കേണ്ടതുണ്ട്. ഞാൻ ഒരു വീട്ടിലിരിക്കുമ്പോൾ എപ്പോഴും ഞാനത് പറയും. പരിജ്ഞാനമാ സ്ത്രീകളുടെ, നല്ല പരിജ്ഞാനമുള്ള സ്ത്രീകളുണ്ട്, അവരെ വളരെ ബഹുമാനമാണ്. ഒരു വീട്ടിൽ സിറ്റ് ഔട്ട് ഞാനും ആ വീട്ടിലെ അച്ചായനും വേറെ 2 പേരും ഉണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക. അച്ചായൻ അകത്തോട്ടൊന്ന് പോയി പ്രധാനം പറഞ്ഞതിനിടെ അകത്ത് പോയി. ഇവര് ഭാര്യയും ഭർത്താവും എന്തോ സംസാരിച്ചു. എന്തുവാണെന്നറിയാൻ മേല. പുള്ളി ആ സ്ത്രീക്ക് അടിച്ചു. അടിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. അത് കഴിഞ്ഞ് പുള്ളി ഇറങ്ങി വന്നു. കൂടെ ഇരുന്നവർക്ക് അത്രയ്ക്ക് പോയില്ല. എനിക്ക് മനസ്സിലായി വലിയതാണ്. ഞാൻ അന്നേരം ചോദിച്ചാൽ അത് പിന്നെ അന്തരീക്ഷം വേറെയാകും. വേണ്ടിയില്ല. ഞാൻ പുള്ളി വന്ന് പിന്നെ സംസാരിക്കുക. ഞങ്ങൾ സംസാരിക്കുക. സംസാരമെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ഈ സഹോദരി ഞങ്ങൾക്ക് 4 പേർക്കും, പുള്ളിക്കും ഞങ്ങൾക്ക് 3 പേർക്കും 4 കപ്പിനകത്ത് ചായയും എന്തോ കടി കൊണ്ടുവന്നു. അത് ഞങ്ങൾ കഴിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് വിശേഷം? ദൈവകൃപയാ, സന്തോഷമായിട്ടിരിക്കുന്നു പാസ്റ്ററെ. വളരെ ചിരിച്ചുകൊണ്ട് സന്തോഷമായിട്ട് ഞാൻ ആ സ്ത്രീയെ ബഹുമാനിക്കുക, വളരെ പരിജ്ഞാനത്തോടെ.
അപ്പം പുള്ളിയും വളരെ സരസമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞു, പാസ്റ്റർ ഇവള് ചായ ഇട്ടാൽ എല്ലാ ടേസ്റ്റാന്നറിയാം. വളരെ എന്നിട്ട് സംസാരമെല്ലാം കഴിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ പോകുന്നു. പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഇതൊന്നും പരാമർശിച്ചില്ല. അത് ഉപദേശിമാരും ശ്രദ്ധിക്കണം. താവി അല്പം മുമ്പ് ഒരു ശബ്ദം കേട്ട് എന്തുവാണെന്ന് ബോധക്കേടുകാരും ഉണ്ട് കേട്ടോ. അല്ല, അങ്ങനെയുള്ളവരും ഉണ്ട്. എന്തുവാണെന്ന് ഞങ്ങൾ അറിയുന്നില്ല, നീ അറിയുന്നല്ലോ. അങ്ങനെ പരിജ്ഞാനം ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്. അപ്പൊ ഞാൻ വളരെ ശ്രദ്ധിച്ചാ പ്രാർത്ഥിച്ചത്. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ആ വീട്ടിൽ ചെന്നു. അപ്പൊ ഇതിന്റെ ഈ പ്രശ്നമെല്ലാം അങ്ങ് അന്നേരോ പ്രശ്നം മാറി. അപ്പൊ ഞങ്ങള് പിന്നെ അമ്മാമ്മയും അച്ചായനും ഞാനും സംസാരിച്ചപ്പോ ഞാൻ വളരെ അടുത്ത വീടാണ്, അടുത്ത ഇടപെടുന്ന വീടാണ്. ഞാൻ ചോദിച്ചു എന്തുവായിരുന്നു ഞാൻ പുള്ളിക്കാരൻ ഒന്നും പറയാൻ പുള്ളി ഇരിക്കട്ടെ. പുള്ളിക്കാരൻ എന്തിനാടി നിന്നെ അടിച്ചെന്ന് പാസ്പോർട്ട് പറഞ്ഞു. അപ്പം അത് അന്നേരം തന്നെ അവര് പരിഹരിച്ചു. ഞാൻ പറഞ്ഞു നീ തല്ലരുത് കേട്ടോ. അത് അന്നേരത്തെ പുള്ളിക്കാരിയും പറഞ്ഞു പക്ഷെ അങ്ങനെ തല്ലാറുണ്ട്, ഞാനും അന്നത്തെ പോയി. അതങ്ങ് അപ്പൊ ഞാൻ പറഞ്ഞു ആ സ്ത്രീയുടെ പരിജ്ഞാനം. ഒരടി കിട്ടി, അടിക്കരുത്, പുള്ളി അടിച്ചു. അതിന് കാരണമുണ്ട്, അത് പോട്ടെ. പക്ഷെ അവരാ പ്രശ്നം എന്ത് പരിജ്ഞാനത്തോടെ കൈകാര്യം ചെയ്തത്. നിങ്ങൾ വല്ലവായിരുന്ന ചായ ഇട്ടുകൊണ്ട് വരുമോ 4 ഗ്ലാസ്സില്, അഥവാ ഇടും 3 ഗ്ലാസ്സില്, അതിനെ ഞാൻ കുടിപ്പിക്കാം. ഞാൻ ചായ അല്ല തരുന്നത്, ഞാൻ വേറെ കലക്കി വെച്ചിട്ടുണ്ട്, കൂടത്തായി കലക്കി വെച്ചത് പോലെ. അവിടെ വേറെന്നാ ജോളിയോ, അത് ഇവരുടെ വീടിന് അയൽവക്കവാ ജോളി. അപ്പൊ ആ സ്ത്രീയെ എന്ത് പരിജ്ഞാനത്തോടാ ഇടപെടുന്നേ ഇല്ലേ? ആരെ അറിയിച്ചില്ല. നിങ്ങളാ വല്ല ചിലരാണെന്ന് ഓടി വായോ മാസ്റ്റർ ഇയാൾ എന്നെ അടിച്ചോ ഓടി വായോ എന്ന് എന്ത് കൊല്ലം കൊണ്ടാക്കിക്കളെ ചിലര്. വളരെ പരിജ്ഞാനമുള്ള ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ ഇതുപോലെ പരിജ്ഞാനമുള്ള ധാരാളം മാന്യ വനിതകളുണ്ട്. അതുകൊണ്ടാണല്ലോ രൂത്തിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത്, അവരിരുവല്ലിയോ ഇസ്രായേൽ ഗൃഹം പണിതത്. ഒരു ബിൽഡിംഗ് പണിയുന്നത് പുരുഷനാ, പക്ഷെ ഭവനം പണിതെടുക്കുന്നത് സ്ത്രീകളാണ്. ഞങ്ങൾക്ക് പുരുഷന്മാർക്കില്ലാത്ത വിശേഷതകൾ, വൈശിഷ്ട്യം, ശ്രേഷ്ഠത ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്കേ ഉള്ളൂ, ഞങ്ങൾക്കില്ല. അത് ദൈവം തന്നിരിക്കുന്ന വൈശിഷ്ട്യമാണ്. അത് മനസ്സിലാക്കി അതിനനുസരിച്ചൊന്ന് വർദ്ധിച്ച് ജീവിതം എന്ത് ധന്യകരമാണ്. നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ആ അമ്മ അവിടെ ചെന്ന് വളരെ പരിജ്ഞാനത്തോടെ പറഞ്ഞു, തമ്പുരാട്ടി എന്തുവാ വിളിച്ചത്? ഉടനെ പുള്ളിക്കാരി പറഞ്ഞു, എടി ഇവിടെ കടന്ന് കിട്ടിയ കൊച്ച നിങ്ങളുടെ ജാതിയാന്നാ തോന്നുന്നത്. നോക്കട്ടെ തമ്പുരാട്ടി, ഇത് കണ്ടിട്ട് ഞങ്ങളുടെ ഇനമാന്നാ തോന്നുന്നത്. ഉടനെ പറഞ്ഞു, നിനക്ക് ഇതിനെ പാല് കൊടുത്ത് വളർത്താവോ? അയ്യോ വളർത്താമേ, ശമ്പളവും തന്നേക്കാം. ആയിക്കോട്ടെ. എന്ത് പരിജ്ഞാനത്തോടെ വിഷയം കൈകാര്യം ചെയ്തു. അത് ആ തിറമെന്ന വാക്കിന്റെ ഒരർത്ഥം. 18 അർത്ഥം കൊണ്ട് ഞാൻ ഒന്നേ പറഞ്ഞോളൂ. 18 പറഞ്ഞാൽ ഇന്ന് അതിനെ നേരെ ഉള്ളു, അത് വിട്ടേക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, പ്രശ്നങ്ങൾ വന്നാൽ അതിനെ തന്റെ ഇടത്തോട് നേരിടാൻ തന്റെ ഇടമുള്ള സ്ത്രീകൾ. പുരുഷന്മാരെല്ലാം ആരോഗ്യമുള്ളവരും സ്ത്രീകളെല്ലാം തിറമുള്ളവര്. ജനിക്കുന്ന സന്തതി അതിൽ ഊറ്റന്മാരാ. അതുകൊണ്ടാണ് ഇവരെ പീഡിപ്പിച്ചത്. താഴോട്ടുള്ള വാക്യം വായിക്കുമ്പോൾ, ജനം വർദ്ധിച്ചു വരുന്നു, ജനത്തെ ഇവര് പീഡിപ്പിച്ചു, വൈക്കോൽ കൊടുക്കാതായി, ഇഷ്ടികയുടെ എണ്ണം കൂട്ടി, അവൻ കണ്ടമാനം ഇവരെ മാനസികമായിട്ടും ശാരീരികമായും ഇസ്രായേൽ മക്കളെ പീഡിപ്പിക്കുക. ഒടുവിൽ ഇവർ ദൈവത്തോട് നിലവിളിച്ച ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. നിലവിളി ദൈവം കേട്ടു, കണ്ണുനീരും കഷ്ടതയും ദൈവം കണ്ടു. ഇവരെ ഉദ്ധരിക്കുവാൻ ദൈവത്തിന് തിരുവള്ളമുണ്ടായി. ഇന്ന് രാത്രി പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിൽ ദൈവത്തോട് നിലവിളിക്കുന്നവനെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ഉദ്ധരിക്കുവാൻ, നിന്നെ രക്ഷിക്കുവാൻ, വിടുവിക്കുവാൻ അവിടുന്ന് ആകാശം ചായിച്ചിറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഉദ്ധാരകനായിട്ട് ദൈവം മോശയെ കണ്ടു. എന്തിനേറെ ഇടയ്ക്കത്തെ ഭാഗമെല്ലാം വിടുകയാ. ആമേൻ. ഇസ്രായേൽ മക്കളെ ആമേൻ വിടുവിക്കുവാൻ ദൈവം മോശയെ തെരഞ്ഞെടുത്തു. കൂട്ടിന് അഹരോനെയും മിർയാമിനെയും വിട്ടെന്ന പ്രവചന പുസ്തകത്തിൽ വായിക്കുന്നത്, പ്രാരംഭത്തിൽ 9 ബാധ വിട്ടിട്ടും ഫറവോന് മാനസാന്തരം ഒന്നുമില്ല. എന്റെ ഭാഷ പറഞ്ഞ ഓരോ ബാധ കഴിയുമ്പോഴും പുള്ളി ഓരോ യോഗം നടത്തും. യോഗം കഴിയുമ്പോൾ ബാധ മാറും. പിന്നെയും ഫറവോന്റെ ഹൃദയം
കഠിനമാ. അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വരും, പ്രാർത്ഥിക്കണേ പാസ്റ്റർ ഉപദേശി അച്ഛാ പ്രാർത്ഥിക്കണേ. പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയയിൽ കൂടെ വരത്തുമില്ല. പിന്നെ പൊടി ഇട്ട് നോക്കിയാൽ പോലും കാണുകയില്ല. അപ്പൊ ഓരോ ബാധയ്ക്കും ഓരോ യോഗം കഴിയുമ്പം ബാധ മാറും. പിന്നെയും പറവോന്റെ ഹൃദയം കഠിനം. അപ്പോൾ ദൈവം ഒരു പ്രമാണം വെച്ചു. അടുത്ത ബാധ സംഹാരബാധയാ. ഏത്തുജാതന്മാർ മാറ്റപ്പെടാൻ പോകുകയാ. പക്ഷെ ഈ ബാധയിൽ നിന്ന് രക്ഷ നേടാൻ ഒരു പ്രമാണം വെച്ചിരിക്കുക. ഒരു കുഞ്ഞാടിനെ അറുത്ത് ചോരത്തുള്ളി ആചരിക്കണം. വീടൊന്നിന് ഒരാട്ടിൻകുട്ടി, ഒരു വീടിന് ഒരാട്ടിൻകുട്ടി. വീട്ടുകാർക്കെല്ലാം തിന്ന് ശേഷിപ്പിക്കാൻ പറ്റത്തില്ലെങ്കിൽ അയലത്തുകാരെയും കൂടെ കൂട്ടണം. വീടൊന്നിന് ഒരാട്ടിൻകുട്ടി. ആട്ടിൻകുട്ടിക്ക് യോഗ്യതയുണ്ട്. എന്താ ആട്ടിൻകുട്ടിയുടെ യോഗ്യത? 12-ാം അധ്യായത്തിന്റെ 5-ാമത്തെ തിരുവെടുത്ത് അവിടെ ആട്ടിൻകുട്ടിയുടെ യോഗ്യതയെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിക്കാം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ളതും ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ളതും ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. അപ്പൊ ശ്രദ്ധിക്കുക, ആട്ടിൻകുട്ടിയുടെ യോഗ്യത കാണുന്ന ആടിനെ എല്ലാം പിടിച്ച് കണ്ടിക്കരുത്. ആട്ടിൻകുട്ടിക്ക് യോഗ്യത കൊണ്ട് ഈ മാസം നിങ്ങൾക്ക് മാസത്തിന്റെ ആരംഭമായിരിക്കണം. 10-ാം തീയതി ഒരാട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കണം. 14-ാം തീയതി സന്ധ്യാസമയത്ത് ഈ ആട്ടിൻകുട്ടിയെ അറുത്ത് അതിന്റെ രക്തം കട്ടിളക്കാർ 2-ലും കുറുമ്പടിമേലും പുരട്ടണം. ആട്ടിൻകുട്ടിയുടെ യോഗ്യതയാ 12-ന്റെ 5 വായിച്ചത്. കാണുന്ന ആട്ടിൻകുട്ടിയെ എല്ലാം പിടിച്ച് കണ്ടിക്കരുത്. ആട്ടിൻകുട്ടിക്ക് യോഗ്യതയുണ്ട്. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതായിരിക്കണം. 1 വയസ്സ് പ്രായമുള്ളതായിരിക്കണം. അത് ആണായിരിക്കണം. അത് കോലാടോ ചെമ്മരിയാടമാകാം. ഒറ്റ വാക്കി പറയട്ടെ, ഈ ആട്ടിൻകുട്ടി നിഴല എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിന് നിഴലാണ് ഈ വേർതിരിക്കപ്പെട്ട കുഞ്ഞാട്. യേശു ക്രിസ്തുവിനെ കുഞ്ഞാടെന്നും ദൈവ കുഞ്ഞാടെന്നും അറക്കപ്പെട്ട കുഞ്ഞാടെന്നും കുരുടറക്കപ്പെട്ട കുഞ്ഞാടെന്നും യോഗ്യനായ കുഞ്ഞാടെന്നും ആമൻ ആരാധനയ്ക്ക് യോഗ്യനായ കുഞ്ഞാടെന്നും വിളക്കാകുന്ന കുഞ്ഞാടെന്നും വേളി കഴിക്കാൻ വരുന്ന കുഞ്ഞാടെന്നും ആമൻ ജയമെടുത്ത കുഞ്ഞാടെന്നും കോപത്തിന്റെ കുഞ്ഞാടെന്നൊക്കെ ഏതെല്ലാം നിലകളിലായി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം. കടന്നു പോകുന്ന ക്രിസ്തുവേശുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ തന്റെ ശിഷ്യവൃന്ദത്തോട് പറയുക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 29-ാം വാക്യവും 1-ാം അധ്യായത്തിന്റെ 35-ാം വാക്യവും പഠിക്കുമ്പോൾ കടന്നു പോകുന്ന ക്രിസ്തുവേശുവിനെ ചൂണ്ടിക്കൊണ്ട് യാതൊരു സംശയത്തിന് യാതൊരു ഹേതു ഉണ്ടാക്കാത്ത വിധത്തിൽ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരോട് പറയാ, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഒന്ന് വായിച്ചോ, 1-ന്റെ 29, 1-ന്റെ 35. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ശ്രദ്ധിക്കുക, ലോകപാപം ചുമക്കുന്ന ദൈവ കുഞ്ഞാട്. എല്ലാ വാക്യങ്ങളും പഠിപ്പിക്കുന്നില്ല. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ കുഞ്ഞാടെന്നും ദൈവ കുഞ്ഞാടെന്നും ഇറക്കപ്പെട്ട കുഞ്ഞാടെന്ന് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം പഠിക്കുമ്പോൾ ആമേൻ സ്തോത്രം, ആരാധനയ്ക്ക് യോഗ്യനായ ഒരു കുഞ്ഞാടിനെ കാണാം. കുഞ്ഞാട്, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി വീണ്ടെടുത്തിരിക്കുന്നു. നീ സ്തോത്രത്തിനും സ്തുതികൾക്കും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും ആരാധനയ്ക്കുമല്ല യോഗ്യൻ എന്ന് പറഞ്ഞ് കിരീടങ്ങളുടെ ആടുകിട്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണ്ടും വണങ്ങി അവിടുത്തെ ആരാധിക്കുന്ന കാഴ്ച വെളിപ്പാട് പുസ്തകം 4-5 അധ്യായം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അതെ, 4-ാം അധ്യായം സൃഷ്ടികർത്താവാകുന്ന ദൈവത്തെ ആരാധിക്കുന്നു. അവൻ 5-ാം അധ്യായം ദൈവ കുഞ്ഞാടിനെ ആരാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതെ, അപ്പോൾ ഈ കുഞ്ഞാട് യേശു ക്രിസ്തുവിന്റെ നിഴല. കുഞ്ഞാടിന്റെ വിശേഷത എല്ലാ ഭാഗവും എടുക്കുന്നില്ല. കുഞ്ഞാട് ഊനമില്ലാത്തതായിരിക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഊനമില്ലാത്ത, കളങ്കമില്ലാത്ത, അകൃത്യമില്ലാത്ത ഒരുവനേ ഉള്ളൂ. അത് നസറായനാകുന്ന യേശു ക്രിസ്തുവാണ്. എത്ര കോടതി മാറി മാറി യേശുവിനെ വിസ്തരിച്ചു, ഒരു കുറ്റവും യേശുവിൽ കണ്ടില്ല. യാതൊരു കുറ്റവും യേശുവിൽ കണ്ടില്ല. അന്നാസും കയ്യപ്പാവും മാറി മാറി വിസ്തരിച്ചു, കുറ്റമൊന്നും കണ്ടില്ല. ഹെരോദാവ് വിസ്തരിച്ചു, കുറ്റമൊന്നും കണ്ടില്ല. പീലാത്തോസ് തിരിച്ചും മറിച്ചും വിസ്തരിച്ചു, യാതൊരു കുറ്റവും യേശുവിൽ കണ്ടില്ല. ഒടുവിൽ ഒറ്റിക്കൊടുത്ത യൂദായും പറഞ്ഞു, കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തെന്ന്. യൂദായും പറഞ്ഞു, യാതൊരു കുറ്റവുമില്ല. ക്രൂശിൽ കിടന്ന് ദുഷ്പ്രവർത്തിക്കാൻ ഒരുത്തൻ വലത്താന്നോ ഇടത്താന്നൊന്നും പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. അതിൽ ഇടത്താന്നേലും വലത്താന്നേലും ഒരുത്തൻ പറയുക, നമ്മൾ തെറ്റ് ചെയ്തത് കൊണ്ട് ഈ ക്രൂശിൽ കയറി ആണി അടിച്ചിരിക്കുന്നു. ഈ നീതിമാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല.
യേശുക്രിസ്തുവിന്റെ തിരുമരണ സമയത്ത് ഭൂമി കുലുങ്ങി, പാറ പിളർന്നു, കല്ലറകൾ തുറന്നു, ദൈവാലയത്തിലെ തിരശീല മുകളിൽ നിന്ന് രണ്ടായിട്ട് താഴോട്ട് ചീന്തി, ആ ഭാഗമൊക്കെ നമുക്ക് സൂര്യൻ കരിമ്പടം പോലെ കടുത്തു. അപ്പോൾ വഴി നടന്നു പോയ ശതാധിപനും പറയുന്ന ഭാഗമുണ്ട്, വാസ്തവമായിട്ട് അവിടുന്ന് നീതിമാനാണ്. ഇന്ന് രാത്രി ഊനമില്ലാത്ത, പാപമില്ലാത്ത, അകൃത്യമില്ലാത്ത, കളങ്കമില്ലാത്ത ഒരേ ഒരു വ്യക്തി, അത് നസറായനാകുന്ന യേശുക്രിസ്തുവാണ്. പാപം ഹെരോദ് വന്നു നിന്നെ, അന്നാസും കയ്യപ്പാവും ഹെരോദ് വന്നു നിന്നെ, നിന്നിച്ചു പീഡ ചെയ്ത എല്ലാം സഹിച്ചുവല്ലോ, നിന്നിച്ചു പീഡ ചെയ്ത ുവല്ലോ, മറുത്തതില്ലതെല്ലും റോമാഗവർമ്മൻ മുന്നിൽ നീ, മറുത്തതില്ലതെല്ലും റോമാഗവർമ്മൻ മുന്നിൽ നീ. പൂജിച്ചിടും പഴുതും പൂജിച്ചിടും പഴുതും വാശിക്കതീതമായി തീർന്നില്ല നിൻ ഹൃദയം, വാശിക്കതീതമായി തീർന്നില്ല നിൻ ഹൃദയം. വിമലകാന്തി ചേർന്നു മുഖം വിളങ്ങി ചതിയാർന്നു, വിമലകാന്തി ചേർന്നു മുഖം. നിൻ സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചടിയാൽ, നിൻ സൗമ്യമാം സ്വഭാവം നന്നായി പഠിച്ചടിയാൽ, വൻ പ്രതികൂല മധ്യ മുൻപോട്ടുക പ്രജയുവാൻ തിരുമുഖ പ്രകാശം ഞങ്ങൾ തരുണ നീ സതതം, തിരുമുഖ പ്രകാശം ഞങ്ങൾ തരുണ സതതം. പ്രതാപമാർന്ന ശ്രീയേശു നായകനെ, പ്രതാപമാർന്ന ശ്രീയേശു നായകനെ, ഞങ്ങൾക്ക് നന്മ ചെയ്ത കാരുണ്യവാരിധിയെ വണങ്ങിടുന്നടിയാൻ പാദങ്ങൾ ആശ്രയമേ, വണങ്ങിടുന്നടിയാൻ പാദങ്ങൾ ആശ്രയമേ. രാത്രി ഊനമില്ലാത്ത, പാപമില്ലാത്ത, അകൃത്യമില്ലാത്ത, കളങ്കമില്ലാത്ത ഒരേ ഒരു വ്യക്തി, അന്ന് നസ്രയനാകുന്ന യേശുക്രിസ്തു. GK ശൗമേല് പാടിയിരിക്കുന്ന പാട്ടിന്റെ ഒരു വരി ഇങ്ങനെ, കലുക്ഷത ലേശം കാണുന്നില്ലി മനുഷ്യനിലെന്നുര ചെയ്തെന്ന്. ഒരു കലുക്ഷതയില്ലാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. അപ്പോൾ ആട്ടിൻകുട്ടി ഊനമില്ലാത്തതാ. ഈ ആട്ടിൻകുട്ടി യേശുക്രിസ്തുവിന് നിഴലായിട്ട് നിൽക്കുന്നു. ഓടിച്ച ഭാഗം അങ്ങ് വിടാൻ നിങ്ങൾക്ക് പരിചിതമാണല്ലോ, ഭാഗങ്ങളല്ല. ആ കുഞ്ഞാടിനെ അറുത്ത് സന്ധ്യാസമയത്ത്, 14-ാം തീയതി സന്ധ്യാസമയത്ത് അതിന് അറുത്ത് ആ രക്തം കട്ടിളക്കാർ രണ്ടിലും കുറുമ്പടിമേലും പുരട്ടണം. എന്തിനാണെന്നറിയാമോ? ബാധയേൽക്കാതിരിക്കാൻ. അർദ്ധരാത്രിക്ക് സംഹാരദൂതനതിലെ വരും. ചോരത്തളെ ആചരിച്ച ഒരു കുടുംബത്തിലും ബാധയേക്കുകയില്ല. ഇന്ന് രാത്രി ബാധയേൽക്കാതിരിക്കാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, കുഞ്ഞാടിനെ അറുത്ത് ആ ചോര രക്തം കട്ടിളക്കാരണ്ടിലും കുറുമ്പടിമേലും പുരട്ടണം. എന്ന് പറഞ്ഞാൽ ബാധയേൽക്കാതിരിക്കാൻ ആമൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പാപമോചനം പ്രാപിക്കണം. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നസറായനാകുന്ന യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. പാരമ്പര്യം ഒന്നും രക്ഷിക്കുകയല്ല. ഞങ്ങളുടെ വീട്ടിലെ ഉപദേശിമാരുണ്ട്. അപ്പച്ചൻ പാസ്താറിന്, വല്യപ്പച്ചൻ സെൻട്രൽ പാസ്താറിന് ഞങ്ങളുടെ വീട്ടിലെ ആരാധന തുടങ്ങിയത് നടുമുറിക്കകത്ത് തുടങ്ങി, പിന്നെ നടുപ്പിച്ച് പൊളിച്ചേറ്റി ഞങ്ങള് വലുതാക്കി. അതെല്ലാം നല്ല കാര്യം. പക്ഷെ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. ഞങ്ങളുടെ ഉപ്പാപ്പൻ കപ്പിയാരായിരുന്നു, അപ്പച്ചൻ കൈക്കാരനായിരുന്നു. അച്ഛൻ ഞങ്ങളുടെ വീട്ടിലുണ്ട്, ചെമ്മാച്ചനുണ്ട്, പിന്നെ തിരുമേനി ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടതാണ്. പിന്നെ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. കന്യാസ്ത്രീ വീട്ടിലുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഇത്ര അച്ഛന്മാരുണ്ട്. നല്ല കാര്യം. സ്വർഗത്തിൽ പോണേ അച്ഛനാന്നേലും കൊള്ളാം, കൊച്ചനാന്നേലും കൊള്ളാം, ഉപദേശി ആന്നേലും കൊള്ളാം, പരദേശി ആന്നേലും കൊള്ളാം, രക്ഷിക്കപ്പെടണം. ഞങ്ങള് തോമാശ്ലീഗയുടെ കാലത്ത് വന്നതാ. തോമാശ്ലീഗ 7.5 പള്ളി പണിതു. അതിലൊരു പള്ളിയാണ് കടമ്പനാട് പള്ളി. എത്ര തിരുമേനിമാരെ ഇവിടെ അടക്കി. അതവിടെ കിടക്കട്ടെ, അടങ്ങി കിടക്കട്ടെ.
സ്വർഗത്തിൽ പോകണേ, നീ രക്ഷിക്കപ്പെടണം. ഞങ്ങള് പണിക്കരാ, ഏതാ തോമാ പണിക്കര്, നിങ്ങൾക്കൊന്നും അറിയാൻ പറ്റും, വർഗീസ് പണിക്കര്, ഞങ്ങൾ വൈദ്യൻ ഫാമിലിയാ. അതൊക്കെ നല്ല കാര്യം. ഞങ്ങൾ മുതലാളി കുടുംബമാണ് നെല്ലിമൂട്ടിലെ. നിങ്ങൾക്ക് ആർക്കും അറിയാൻ പറ്റും. അത് മുതലാളി സ്ഥാനം കിട്ടിയതാണ് വേലുത്തമ്പി പണ്ട്. പിന്നെ മറ്റേ വീട് കുളം തോണ്ടി വെച്ച് ഇവിടെ അമ്മച്ചി കഞ്ഞി കൊടുത്തതിന്റെ അങ്ങനല്ലേ ചരിത്രം? നെല്ലിമൂട്ടിലെ അല്ലെന്ന്, നെല്ലിമൂട്ട് മുതലാളിപ്പെട്ട പുള്ളി വേഷപ്രച്ഛനായിട്ട് വന്നപ്പം അവിടെ ഒരു അമ്മയ്ക്ക് ചെമ്പുപട്ടക്കകത്ത് അവിടെ നിന്ന് എടുത്തു കൊടുത്തി. അങ്ങനെ ആ മുതലാളിപ്പെട്ട ഇവരോട് പറഞ്ഞു തരുന്നത് ഗതികേട് വന്നു. കാവാലത്തിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് പറഞ്ഞു കൊടുക്കുക. എല്ലാം മുതലാളിമാരുവാ. ജോയി മുതലാളി പറ്റി അവിടെ യേശുവിന്റെ നാമത്തിൽ, അല്ല ചിലപ്പോ ഷാജി കയറി വന്ന പട്ടിയലും. അപ്പൊ ശ്രദ്ധിച്ചേ, ഇന്ന് രാത്രി ആ മുതലാളി കുടുംബമാണ് പറഞ്ഞാലൊന്നും സ്വർഗത്തിൽ പോകുകയല്ല. പണിക്കര് കുടുംബമാണ് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകത്തില്ല. വൈദ്യൻ കുടുംബമാണ്. ഞങ്ങൾ തോമാശ്ലീഹയുടെ കാലത്ത് അതൊക്കെ നല്ല കാര്യം, അങ്ങനെയൊക്കെ ഇരിക്കട്ടെ. പക്ഷെ സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരു തലയിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആഘോഷത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നസറായനാകുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ഇന്ന് രാത്രി നിന്റെ പാപം മോചിക്കുന്ന നാമം, നിന്റെ രോഗത്തെ സൗഖ്യമാക്കുന്ന നാമം, നിന്നെ രക്ഷിക്കുന്ന നാമം, നിന്റെ സകല പാപങ്ങളും പരിഹരിക്കുന്ന നാമം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കടന്നുവാ, കടന്നുവാ, യേശു നിന്നെ വിളിക്കുന്നു. കടന്നുവാ, കടന്നുവാ, യേശു നിന്നെ വിളിക്കുന്നു. മാറിടാത്ത യേശുനാഥൻ മാറ്റും നിന്റെ വേദന. പാപത്താലും രോഗത്താലും കലങ്ങിടേണ്ട, കടന്നുവാ, 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 യേശു നിന്നെ വിളിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇതൊരു രക്ഷാ ദിവസമാണ്. ഇത് സുപ്രസാദ കാലമാ. ഇന്ന് രാത്രി ദൈവം നിനക്ക് നല്ല അവസരം തരിക. 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈല് നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. ഇരിക്കുന്ന ഇടത്തിരുന്ന് ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥന, എന്റെ യേശുവേ ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. ആത്മാർത്ഥമായി കർത്താവിനോട് ഇന്ന് രാത്രി നീ വിളിച്ചപേക്ഷിക്കുന്നെങ്കിൽ ഈ രാത്രി യേശു ക്രിസ്തു നിന്നെ രക്ഷിക്കും. മറ്റൊരുത്തനും രക്ഷയില്ല. യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ. കർമ്മമാർഗം കൊണ്ടോ, പുണ്യപ്രവൃത്തി കൊണ്ടോ, ദാനധർമ്മം കൊണ്ടോ, നേർച്ച കാഴ്ച കൊണ്ടോ, ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടോ, പാരമ്പര്യം കൊണ്ടോ രക്ഷപ്പെടത്തില്ല. രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം, യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ഹല്ലേലൂയ.
ബാധ വരാതിരിക്കാൻ ചെയ്യേണ്ടത് കുഞ്ഞാടിന്റെ ചോര കൊണ്ട്, രക്തം കൊണ്ട് അടയാളമിടണം. ഈ രക്തത്തിന് വിശേഷതയുണ്ട്. എന്തുവാ യേശുവിന്റെ രക്തത്തിന്റെ വിശേഷത? ഒന്ന്, പാപം മോചിക്കുന്ന രക്തമാ. 2, രോഗം സൗഖ്യമാക്കുന്ന രക്തമാ. 3, നമുക്ക് സമാധാനം നൽകുന്ന രക്തമാ. 4, അവൻ സ്വതം നിന്റെ മാറയെ മധുരിപ്പിക്കുന്ന രക്തമാ. 5, ഇത് പുണ്യാഗ രക്തമാ. 6, ഇത് വിലയേറിയ രക്തമാ. 7, ഇത് ഗുണകരമായി സംസാരിക്കുന്ന രക്തമാ. 8, ഇത് ഹാബേലിന്റെ രക്തത്തെക്കാൾ വിലയേറിയ രക്തമാ. 9, ഇത് ഇന്നും വിടുതൽ തരുന്ന രക്തമാ. 10, ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തവും മലിനപ്പെട്ടമേ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുവാൻ കഴിവില്ലാതിരിക്കുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിന്നെ യോഗ്യരാക്കി തീർക്കുന്ന രക്തം. ഈ രക്തത്താലാണ് ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിന്റെ അടുക്ക വരുവാൻ നമുക്ക് ഇടയായത്. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഈ രക്തത്തിന്റെ വിശേഷത ജയം തരുന്ന രക്തമാണ്. അവർ തങ്ങളുടെ സാക്ഷ്യവചനത്താലും കുഞ്ഞാടിന്റെ രക്തത്താലും ജയിച്ചെന്ന ഇന്ന് രാത്രി നിനക്ക് ജയം തരുന്ന രക്തം. പരാജയത്തിന്റെ പടുകുടിയിൽ കിടക്കുന്ന ഇനി ആത്മഹത്യ മാത്രമേ ഉള്ളൂ. നാട് വിടാൻ, ജീവിതം ഒടുക്കുക, ആത്മഹത്യ ചെയ്യാൻ ആരേലും ചിന്തിക്കുന്നെങ്കിൽ ആത്മഹത്യ അല്ല പരിഹാരം. ഇന്ന് രാത്രി യേശുവിന്റെ രക്തം നിന്റെ പരാജയത്തെ മാറ്റി ഇന്ന് രാത്രി നിനക്ക് ജയം തരും. ഇന്ന് രാത്രി നിരാശയുടെ പടുകുടിയിൽ കിടക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്ന ഈ രാത്രി യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്ക്, കുഞ്ഞാടിന്റെ രക്തത്തിൽ ആശ്രയിക്ക്. ഇന്ന് രാത്രി നിന്റെ പരാജയത്തെ മാറ്റി ഈ രാത്രി ദൈവം നിനക്ക് ജയം തരുന്ന രാത്രിയാ. നിന്റെ തലമുറയ്ക്ക് ജയം തരും, നിനക്ക് ജയം തരും, നിന്റെ കുടുംബത്തിന് ജയം തരും. നിന്റെ പരാജയത്തിന്റെ കെടുതികൾ ഇന്ന് രാത്രി തൂത്തു മാറ്റി ദൈവം നിനക്ക് ജയം തരുന്ന രാത്രി. പരാജയം മാറട്ടെ, നിരാശകൾ മാറട്ടെ, തകർച്ചകൾ മാറട്ടെ, പാളിച്ചകൾ മാറട്ടെ, രോഗക്കെടുതികൾ മാറട്ടെ, രോഗബന്ധനം ഇന്ന് രാത്രി മാറട്ടെ, അന്ധകാരത്തിന്റെ കോട്ടകൾ ഇന്ന് രാത്രി അഴിയട്ടെ. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ജയം, 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 ജയം. യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ ജയം. ഈ രാത്രി വിടുതൽ വെളിപ്പെടട്ടെ, രോഗശാന്തി വെളിപ്പെടട്ടെ, രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി അടിച്ചു മാറട്ടെ. രക്തത്തിനകത്ത്, അസ്ഥിക്കകത്ത്, മജ്ജയ്ക്കകത്ത് കുടുങ്ങിയിരിക്കുന്ന രോഗാണുക്കൾ ഇന്ന് രാത്രി ഉരുകി മാറട്ടെ. ഇന്ന് രാത്രി ദൈവമേ ജനത്തെ അനുഗ്രഹിക്കുന്നു, കടന്നു വന്നവരെ അനുഗ്രഹിക്കുന്നു. ഈ രാത്രി ദൈവിക വിടുതൽ. ഇന്ന് രാത്രി വിടുതൽ, 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 വിടുതൽ. ഞാട്ടിൻ തീരു രക്തത്താൽ ശുദ്ധനായി തീർന്നു തഞ്ചങ്കിലെ ശുദ്ധ ജയം പാടിടും മഹത്വ രക്ഷക സ്തുതി നീടക്കുന്നോ ചേറ്റിൽ നന്നതി വീണ്ടോ തരിന സ്തുതിക്കോ നിന്നെ ആയുസിനാളല്ല നന്ദിയോടടിവാണ സ്തുതിക്കോ നിന്നെ ആയുസിനാളല്ല നന്ദിയോടടിവാണു നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്ര.